السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد. فقد قال النبي صلى الله عليه وسلم: من أحدث في أمرنا هذا ما ليس منه فهو رد، وكل خير في اتباع من سلف، وكل شر في ابتداء من خلف. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ഏറെ ആദരവുകളുള്ള ഉസ്താദുമാർ, ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട കമ്മിറ്റി ഭാരവാഹികൾ, സദസ്സിലുള്ള മോമിൻ മോമിനാത്തുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം സ്വീകരിക്കുമാറാവട്ടെ. നല്ല കാര്യങ്ങൾ പറയാനും പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്തി ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരണപ്പെടാനും ഈ സദസ്സ് അള്ളാഹു ഒരു കാരണമാക്കി തരുമാറാവട്ടെ. തഖ്വയോടെ ജീവിച്ച് തഖ്വയോടെ മക്കളെ വളർത്തി മുത്തഖീങ്ങൾ ഒന്നിച്ച് സ്വർഗത്തിലെത്താൻ അല്ലാഹുവേ നീ നമുക്ക് തൗഫീഖ് ആക്കണേ റഹ്മാനെ. ഈ പരിപാടിക്ക് ഏതെല്ലാം വിധേന ആരെല്ലാം സഹായിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം നീ വലിയ ബറക്കത്ത് നൽകണേ റഹ്മാനെ. ദീർഘനേരം സംസാരിക്കുന്നില്ല. നമുക്ക് അല്ലാഹു തന്ന നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ എത്രയാണ് എന്ന് അന്വേഷിച്ചാൽ, എണ്ണാൻ നോക്കിയാൽ, ക്ലിപ്തപ്പെടുത്താൻ ശ്രമിച്ചാൽ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യൽ പോയിട്ട് അനുഗ്രഹങ്ങൾ എത്രയുണ്ട് എന്ന് എണ്ണിത്തീർക്കാൻ തന്നെ പറ്റില്ല. ഈ അടുത്ത് ഒരാളുടെ കണ്ണിൻ്റെ കാഴ്ച കുറയുന്നുണ്ട് എന്ന് ഡോക്ടർമാർ നിരീക്ഷിച്ച് കാഴ്ച കുറയാതിരിക്കാൻ വേണ്ടി ഒരു ഇഞ്ചക്ഷൻ സജസ്റ്റ് ചെയ്തു, നിർദ്ദേശിച്ചു. കാഴ്ച തിരിച്ചു കിട്ടാനല്ല, ഇനി കാഴ്ച കുറയാതിരിക്കാൻ. ഒരു ഇഞ്ചക്ഷൻ്റെ വില 4 ലക്ഷം. അങ്ങനത്തെ 4 ഇഞ്ചക്ഷനാണ് അയാൾക്ക് നിർദ്ദേശിച്ചത്. എന്തിന്? പോയ കാഴ്ച തിരിച്ചു കിട്ടാനല്ല, ഇനി കാഴ്ച കുറയാതിരിക്കാൻ. ഇങ്ങനെ ഓരോ അനുഗ്രഹങ്ങളെടുത്ത് പരിശോധിച്ചാൽ നമ്മൾ നന്നാവാൻ വഅളുകൾ വേറെ കേൾക്കേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബ. സ്വന്തം ശരീരത്തെക്കുറിച്ച് പഠിച്ചാൽ തന്നെ അയാൾക്ക് നന്നാവാൻ, അള്ളാഹുവിലേക്ക് എത്താൻ വേറെ ഒന്നും വേണ്ട. 100 രോഗികൾ ഡോക്ടറെ കാണാൻ ക്യൂ നിൽക്കുന്നു. 10-60 രോഗികൾ കണ്ടു. ഇനി 61ാമത്തെ ആൾ അല്ലെങ്കിൽ അടുത്ത നമ്പറുള്ളയാൾ കയറുമ്പോഴേക്ക് ഡോക്ടറെ റൂമിൽ കാണുന്നില്ല. അയാൾക്ക് തന്നെ പേടിയായി, ബേജാറായി. അപ്പോഴാണ്
ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർക്ക് രോഗം വന്ന് പെട്ടെന്ന് ബോധം പോയി ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ബാക്കി 40 ആൾ കാണത്തക്ക വിധത്തിൽ ആ ഡോക്ടറുടെ മയ്യത്ത് തിരിച്ചു കൊണ്ടുവരുന്നത്. ഈ ഡോക്ടറെ കാണിച്ചിട്ടാ ഇവരുടെ രോഗം മാറ്റേണ്ടത്. ആ ഡോക്ടർ മരിച്ചിട്ടുണ്ട്. ചുറ്റുവട്ടത്തിങ്ങനെ പല സംഭവ വികാസങ്ങളും നടക്കുന്നു. നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. എന്തിനാണ് നമ്മൾ ഈ ഭൂമിയിൽ വന്നത്? എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം? എന്താണ് നമ്മൾ മരിച്ചു പോകുമ്പോഴേക്ക് നേടിയെടുക്കേണ്ടത്? എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആകത്തുക? ഈ ദുന്യാവിൻ്റെ ജീവിതമാണോ യഥാർത്ഥ ജീവിതം? അല്ല ആഖിറമാണോ യഥാർത്ഥ ജീവിതം എന്ന തിരിച്ചറിവ് നമുക്കുള്ളത് കൊണ്ടല്ലേ നമ്മൾ മുസ്ലിം മുഅ്മിൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒരു മുസ്ലിമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ മരണത്തിന് ശേഷം ജീവിതം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. എന്തിനാണ് ലക്ഷക്കണക്കിന് അമ്പിയാക്കൾ ഇവിടെ വന്നത്? മരിച്ചതിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഏത് ബോംബ് ബ്ലാസ്റ്റിംഗ് നടന്നാലും, ഏത് ബില്ല് പാസ്സായാലും, ഏത് പ്രതിസന്ധി വന്നാലും, ഏത് പ്രശ്നങ്ങൾ വന്നാലും മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ ജീവിതം ഇവിടെ അല്ല എന്നതുകൊണ്ട് തന്നെ അയാൾക്ക് അയാളുടെ ജീവിതത്തെ മുച്ചൂടും ബാധിക്കുന്ന പ്രശ്നങ്ങളൊന്നും ദുനിയാവിലുണ്ടാവില്ല. നമുക്ക് ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യമായിട്ട് എന്താണുള്ളത്? എറ്റേണൽ പാരഡൈസായ ശാശ്വതമായ സ്വർഗം, ശാശ്വത സുഖമായ അസ്സഅദത്തുൽ അബദിയ, നിത്യമായ ആനന്ദം കിട്ടുന്ന സ്വർഗം, വിജയം, ഇത് ലഭിക്കുക എന്നുള്ളതാണ് ഈ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട പണി. അതിന് ഇവിടെ കുറച്ച് സുഖങ്ങൾ കുറയ്ക്കേണ്ടി വരും. ഹുൽവത്തുദ് ദുനിയ മുറത്തുൽ ആഖിറ. ഇവിടെ രസിച്ച് അടിച്ചു പൊളിച്ച് ജീവിച്ചാൽ മുറത്തുൽ ആഖിറ, ആഖിറത്തിൽ കയ്പ് നീർ അനുഭവിക്കേണ്ടി വരും. മുറത്തുദ് ദുനിയ ഹുൽവത്തുൽ ആഖിറ. ഇവിടുന്ന് കുറച്ച് കഷ്ടപ്പാടുകൾ അനുഭവിച്ചാൽ, ഇവിടുന്ന് കുറച്ച് ത്യാഗങ്ങൾ ഉള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ ഹുൽവത്തുൽ ആഖിറ, ആഖിറത്തിൽ മധുരിക്കുന്ന ജീവിതമായിരിക്കും. അതുറപ്പല്ലേ? എങ്ങനെയാ മോളെ എല്ലാ വിഷയത്തിലും A+ കിട്ടിയത്? മധുരിക്കുന്ന വിജയത്തിൻ്റെ റാങ്ക് നേടിയ ഒരു കുട്ടിയോട് ഇൻ്റർവ്യൂ നടത്തി നോക്കിയേ. കഷ്ടപ്പാടിൻ്റെ, ഉറക്കൊഴിവാക്കലിൻ്റെ, അധ്വാനത്തിൻ്റെ കഥകൾ ഇന്നലകളിൽ നടന്നത് ആ കുട്ടിക്ക് പറയാനുണ്ടാകും. എങ്ങനെ PSC പാസ്സായത്, എങ്ങനെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയത്, എങ്ങനെ ഇൻ്റർവ്യൂവിന് ജയിച്ചത്, പലരും തോറ്റുപോയതാണല്ലോ എന്ന് ഏത് ഉദ്യോഗാർത്ഥിയോട്, വിജയിച്ച ആളോട് ചോദിച്ചാലും അവർക്ക് കഷ്ടപ്പാടിൻ്റെ, അധ്വാനത്തിൻ്റെ കഥയുണ്ടാകും. അപ്പോൾ പിന്നെ ഏറ്റവും വലിയ വിജയമാകുന്ന ആഖിറത്തിലെ വിജയം നേടിയെടുക്കുന്ന ആൾക്കും പറയാനുണ്ടാവൂലേ കഥ? ഉറക്കൊഴിവാക്കിയ തഹജ്ജുദിൻ്റെ കഥ ഉണ്ടാവില്ലേ? തണുപ്പുള്ള രാത്രി വുളുവെടുത്ത കഥ പറയാനുണ്ടാവൂലേ? സർവരും പലിശ കൊണ്ട് അമ്മാനമാടുമ്പോൾ ശുദ്ധ ജീവിതം നയിക്കാൻ കഷ്ടപ്പെട്ട കഥ പറയാനുണ്ടാവൂലേ? ഉണ്ടാകും. സക്സസ് ഈസ് കൗണ്ടഡ് സ്വീറ്റസ്റ്റ് ബൈ ദോസ് ഹൂ നെവർ സക്സീഡ് എന്നൊരു കവിതയിലുണ്ട് എമിലി ഡിക്കൻസന്റെ. PG പഠിച്ച കുട്ടികൾക്ക് MA ലിറ്ററേച്ചറിൽ ചില യൂണിവേഴ്സിറ്റികളിൽ അത് സിലബസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഒരാളുടെ വിജയം വിജയമാകുന്നത് എപ്പോഴാണ്? അത് മധുരിക്കുന്ന ജീവിതമാവുന്നത് എപ്പോഴാണ്? കുറേ പരാജയത്തിൻ്റെ അല്ലെങ്കിൽ അധ്വാനത്തിൻ്റെ കയ്പ് നീറുകൾ അനുഭവിച്ച് ഒരാൾ വിജയം നേടിയെടുക്കുമ്പോഴാണ് ആ വിജയത്തിന് മധുരം കൂടുതൽ ഉണ്ടാവുന്നത്. ഉറപ്പല്ലേ അത്? അതേ സമയത്ത് അങ്ങനെ ജീവിച്ചാൽ മതി, അങ്ങനെ പോയാൽ മതി,
കിട്ടുന്നത് കിട്ടട്ടെ എന്ന വിചാരത്തിലാണെങ്കിൽ നമുക്ക് ആഖിറത്തിൽ വിരലടിക്കേണ്ടി വരും. സയ്യിദന ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈന്തപ്പന ഓലയിൽ കിടന്നുറങ്ങുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോൾ കരഞ്ഞുപോയി. എന്താ ഉമറേ കരയണത്? തങ്ങളുടെ ശരീരത്തിൽ പാടുകൾ കാണുമ്പോൾ കരച്ചിൽ വരികയാണ്. ലോകത്തിൻ്റെ നേതാവ് ഈ ഈന്തപ്പന ഓലയിലാണോ കിടക്കേണ്ടത്? കിസ്റയുടെയും കൈസറിൻ്റെയും ഒക്കെ രാജാക്കന്മാർ പട്ടുമെത്തയിൽ കിടക്കുമ്പോൾ തങ്ങളിങ്ങനെ ശരീരത്തിൽ വേദനിക്കും വിധം, ശരീരത്തിൽ അടയാളം വീഴും വിധം ഈ ഓലയിലും മട്ടൽ തലയണൊക്കെ ആയിട്ട് വെച്ചിട്ടാണോ തങ്ങൾ കിടക്കണത് നബിയെ? അതിന് തങ്ങൾ കൊടുത്തൊരു ഉത്തരവുണ്ട്. ആ ഉത്തരവാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരമാവേണ്ടത്. എന്താണ് ഉത്തരം? ഉമർ ഹും അബ്നാഉ ദുനിയ, അവർ ദുനിയാവിൻ്റെ മക്കളാ. വനഹ്നു അബ്നാഉൽ ആഖിറ, നമ്മൾ ആഖിറത്തിൻ്റെ മക്കളാണ്. ദുനിയാവിൻ്റെ മക്കൾ ദുനിയാവിൻ്റെ അടിമകളായി ജീവിക്കും. ആഖിറത്തിൻ്റെ മക്കൾ ആഖിറത്തിലെ വിജയത്തിന് വേണ്ടി പണിയെടുക്കും. അതുകൊണ്ട് നമുക്ക് സുഖവും ആസ്വാദനമൊക്കെ ആഖിറത്തിലെത്തിയിട്ട് പോരെ ഉമറേ എന്നാണ് ചോദ്യത്തിൻ്റെ കാമ്പും കാതലുമായ താല്പര്യം. ഇതാണ് ഒരാളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അസ്സാദത്തുൽ അബദിയ, ശാശ്വതമായ സുഖം, നഷ്ടപ്പെട്ടു പോകാത്ത ആസ്വാദനം. അത് സ്വർഗത്തിലല്ലാതെ വേറെ എവിടെയും കിട്ടാനില്ല. ഇവിടുത്തെ ഏത് സുന്ദരിയും നാളെ കിളവിയാവേണ്ടവളാണ്. ഇന്നുള്ള ഏത് സുഖവും നാളെ നഷ്ടപ്പെട്ടു പോകാനുള്ളതാണ്. ഇവിടെ ഇതെല്ലാം സൈക്ലിക് തിയറികളാണ്. ഇന്നത്തെ വൃദ്ധമാരെ മുഴുവനും ഒരു കാലത്ത് സുന്ദരികളായിരുന്നു. ഇതിങ്ങനെ സൈക്ലിക് തിയറി ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇന്ന് ഖബറിൽ കിടക്കുന്നവർ ഇന്നലകളിൽ വലിയ പ്രമാണിമാരും ഹാജിയാമാരും രാജാക്കന്മാരുമായി ജീവിച്ചവരായിരുന്നു. ഇന്നെവിടെ? 3 കഷ്ണം തുണിയിൽ അവർ നുരമ്പിപ്പോയിട്ടുണ്ട്. ഫറോവ എവിടെ? ഹാമാൻ എവിടെ? ഖാറൂൻ എവിടെ? അബൂജഹലുമാരെവിടെ? ഒരൊറ്റ മുതലാളിയും ഇവിടെ നിലനിന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ ദുനിയാവിൻ്റെ ജീവിതം ഈ ചെറിയ കാലം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്താണ്? ഞാൻ ആമുഖം ദീർഘിപ്പിക്കുന്നില്ല. അത് വിശുദ്ധ ഖുർആൻ നമ്മളോട് ബോധ്യപ്പെടുത്തും വിധം, നമുക്ക് മനസ്സിലാകും വിധത്തിൽ അതാ ഖുർആൻ പറയുന്നു, വബ്തഖി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ, നിങ്ങൾക്ക് ഞാൻ എന്തൊക്കെ അനുഗ്രഹങ്ങളാണോ നൽകിയത് ആ അനുഗ്രഹങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ സ്വർഗം വാങ്ങണം. അദ്ദാറൽ ആഖിറ, ആഖിറത്തിൽ വിജയിക്കണം. അനുഗ്രഹം എന്ന് തോന്നുന്ന എന്തെല്ലാം നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ അധികാരത്തിൽ, നിങ്ങളുടെ സ്വാധീനത്തിൽ, നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ അത് മുഴുവനും വാങ്ങി, അത് മുഴുവനും ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, നിങ്ങൾക്ക് ആ അനുഗ്രഹം ഉപയോഗിച്ചുകൊണ്ട് നരകം വാങ്ങാം. അതേ അനുഗ്രഹം ഉപയോഗിച്ചുകൊണ്ട് തന്നെ സ്വർഗം വാങ്ങാനും പറ്റും. എന്താണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അൽ കയ്യിസു, ബുദ്ധിമാനായ ആളാണെങ്കിൽ മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്, സ്വർഗം വാങ്ങും. 7 അനുഗ്രഹങ്ങളെക്കുറിച്ച് വളരെ കുറഞ്ഞ സമയം കൊണ്ട് സംസാരിച്ച് വിഷയത്തിൻ്റെ ഒരു രത്നച്ചുരുക്കം അവതരിപ്പിക്കാമെന്നാണ് വിചാരിക്കണത്. സ്വീകരിക്കേണ്ടത് അള്ളാഹുവാണ്. നമ്മുടെ കമൻറ്റും നമ്മുടെ ഫീഡ്ബാക്കും കൊണ്ടൊന്നും പ്രത്യേകിച്ച് താല്പര്യങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവില്ല. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ആഖിറത്തിൽ ഉപകാരമുള്ള ഒരു വഅലിൻ്റെ മജ്ലിസായി, നമ്മുടെ തഖ്വ വർദ്ധിക്കുന്ന വഅലിൻ്റെ മജ്ലിസായി, ഒരു തൗബൻ്റെ സദസ്സായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഒന്ന് മാതാപിതാക്കളാണ്. വലിയ നിഅമത്താണ് അവർ.
മാതാപിതാക്കളെ കൊണ്ട് സ്വർഗം വാങ്ങാനും ഒരു മനുഷ്യന് കഴിയും, അതേ ഉമ്മയെ ഉപയോഗിച്ചുകൊണ്ട് നരകം വാങ്ങാനും കഴിയും. റിളർ റബ്ബി ഫീ റിളൽ വാലിദ്സ്. ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും പൊരുത്തം വാങ്ങിയ ഒരു മോനിക്ക് അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടും. അള്ളാഹുവിൻ്റെ പൊരുത്തം ഒരാൾക്ക് കിട്ടിയാൽ വേറെ എന്താ ഇപ്പോൾ ഇവിടെ വേണ്ടത്? വറളുവാനും മിൻ അല്ലാഹി അക്ബർ. അള്ളാഹ് ഒരാളെ പൊരുത്തപ്പെട്ടാൽ ഈ ഹാസ് സക്സീഡ്, അയാൾ വിജയിച്ചു. പിന്നെന്താ വേണ്ടത്? മഹലിൽ നിന്ന് അയാളെ പുറത്താക്കി, നാട്ടുകാരയാളെ കുറ്റവാളിയായി ചിത്രീകരിച്ചു, അയാളെ പലരും കളിയാക്കി, പക്ഷെ അയാൾ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. പിന്നെന്താ വേണ്ടത് അയാൾക്ക്? അതേസമയം ഒരാളെ എല്ലാവരും ഏറ്റെടുക്കുന്നു, നാട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടം, സർവാംഗീകൃതനായി അയാൾ ജീവിക്കുന്നു, അയാളെ കാണുമ്പോൾ ആൾക്കാർ എഴുന്നേറ്റിക്കുന്നു, അയാളെ കൈപിടിച്ച് മുത്തുന്നു, അയാളെ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അയാൾ ലൈവിൽ വന്നാൽ 2 മിനിറ്റ് കൊണ്ട് 2 മില്യൺ വ്യൂവേഴ്സ് ഉണ്ട്. അതുകൊണ്ട് എന്ത് കിട്ടാനാ? അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അതുകൊണ്ട് എന്ത് കിട്ടാനാ? ഒന്നും കിട്ടാനില്ല. അള്ളാഹുവിൻ്റെ പൊരുത്താണ് ഏറ്റവും പ്രധാനം. അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടാനുള്ള ഏറ്റവും നല്ല വഴി മാതാപിതാക്കളുടെ പൊരുത്തം വാങ്ങലാണ്. മാതാപിതാക്കളുടെ പൊരുത്തം വാങ്ങലാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടാനുള്ള ഏറ്റവും നല്ല വഴി. അതിനോളം വലുത് വേറൊരു വഴിയില്ല. റിളർ റബ്ബി ഫീ റിളൽ വാലിദ്സ്. ഉപ്പൻ്റെ ഉമ്മൻ്റെ പൊരുത്തം ഒരാൾ വാങ്ങിയാൽ അയാൾക്ക് അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടും. അതിൽ കൂടുതൽ പ്രാധാന്യം ഉമ്മക്ക് കൊടുക്കണം. പല കഷ്ടപ്പാടുകളും ഉമ്മ കൂടുതൽ സഹിച്ച ആളായിരിക്കും. ഉദാഹരണത്തിന് ഗർഭം ചുമക്കൽ, അതിലാർക്കും പങ്കില്ലല്ലോ. മുലയൂട്ടൽ, പ്രസവിക്കൽ, ഇതൊക്കെ ഉമ്മൻ്റെത് മാത്രമാണ്. അതിനൊന്നും എത്ര നന്ദി ചെയ്താലും തീരൂല. ഉമ്മയാണ്. ഉമ്മയാണ്. അതിന് നമ്മൾ എത്ര അവർക്ക് ശുക്ർ ചെയ്താലും മതിയാവൂല. എത്ര ശുക്ർ ചെയ്താലും മതിയാവൂല. അവസാന കാലാവുമ്പോൾ, അഥവാ ഖിയാമത്ത് നാളാവുമ്പോൾ കൂട്ടുകാർക്ക് ഉപ്പയേക്കാൾ ഉമ്മയേക്കാൾ പ്രാധാന്യം നൽകുന്ന കാലം വരുന്ന ആ കാലത്തോടിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പോൾ ഭാര്യ ഒരു കാര്യം പറഞ്ഞു, ഉപ്പയും ഉമ്മയും ഒരു കാര്യം പറഞ്ഞാൽ നമ്മളെ ചെറുപ്പക്കാരെ ഏതാ സ്വീകരിക്കുക? കൂട്ടുകാരനും ഇവനും കൂടി പ്ലാൻ ചെയ്ത ഒരു പിക്നിക്ക്, ഒരു ടൂർ, ഉമ്മ പറഞ്ഞ മോനെ ഇപ്പം പോണം മോനെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് സെലക്ട് ചെയ്യും? ഖിയാമത്ത് അടയാളമാണ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിന് കുറേ താല്പര്യമുണ്ട്. അതിലൊരു താല്പര്യം നമ്മളായിട്ട് ഖിയാമത്ത് നാൾ നേരത്തെ ആക്കണ്ടെന്നാ. നമ്മളിലൂടെ ഖിയാമത്ത് നാളിൻ്റെ അടയാളം വരുത്തിയിട്ട് ഖിയാമത്ത് നാൾ ഉള്ള ഡേറ്റ് നിന്ന് ഇങ്ങോട്ടേക്ക് വലിക്കണ്ടെന്ന്. നമ്മൾ മാതാപിതാക്കളുടെ പൊരുത്തം വാങ്ങുന്നവരാവണം. ഒരു മഹാൻ തൻ്റെ ഈന്തപ്പനത്തോട്ടത്തിലെ ഈന്തപ്പന മരം വെട്ടാനിരിക്കുമ്പോൾ, മുറിക്കാനിരിക്കുമ്പോൾ ആൾക്കാർ ചോദിച്ചു, ഇതെന്തിനാ? ഇതിൻ്റെ ഈ തടിയുടെ ഉള്ളിലുള്ള കാമ്പ് പോലത്തെ സംഗതി ഉണ്ടല്ലോ, അത് എനിക്ക് വേണം. അതിനെന്തിനാ ഈ മരം തന്നെ വെട്ടണത്? ഇതല്ലേ ലേലത്തിന് വെച്ചപ്പോൾ 1000 ദിർഹം വില പറഞ്ഞത്? നിങ്ങളുടെ ഈന്തപ്പനത്തോട്ടത്തിലെ ഏറ്റവും കൂടുതൽ ഫലമുള്ള ഈത്തപ്പലം പൂത്തുലയുന്ന ഈന്തപ്പന മരം ഇതല്ലേ? പിന്നെ ഇതിനെ ഇതന്നെ വെട്ടിയേക്കണത്? നിങ്ങൾക്ക് യഥേഷ്ടം അങ്ങാടിയിൽ, മാർക്കറ്റിൽ, ടൗണിൽ പോയാൽ 2 ദിർഹമിന് അത് ഉദ്ദേശിക്കുന്ന കാമ്പോ അത് കിട്ടുമല്ലോ. ഇനി അത് അവിടെ പോകാൻ മടിയുണ്ടെങ്കിൽ നിങ്ങളുടെ തോട്ടത്തിൽ തന്നെ ധാരാളം മരങ്ങളില്ലേ, അത് ഏതെങ്കിലും ഒന്ന് വെട്ടിയിട്ട് അത് എടുത്താൽ പോരെ? ഈ 1000 ദിർഹം വില വരുന്ന ഏറ്റവും കൂടുതൽ ഈത്തപ്പഴം പൂത്തുലയുന്ന ഈ മരം എന്തിനാണ് വെട്ടിയേക്കണത്? അതെന്തിനാണ് വെട്ടാൻ ഒരുങ്ങണത്? അതിന് ഈ മഹാൻ്റെ മറുപടി എന്താ പറയുക? അത് ഇന്നലെ ആ ഉമ്മ ഇതിലൂടെ പോകുമ്പേ ഉമ്മ പറഞ്ഞിരുന്നു, ഇതിന് നല്ല കാമ്പുണ്ടാവുമല്ലേ. ഉമ്മ പറഞ്ഞു, വേറെ ഇനി വർത്താനില്ല, ഇനി വർത്താനില്ല. ഉമ്മ പൈസ കൊടുത്തുപോയി, ചങ്ങായിമാരെല്ലാം നമ്മളെ കഴത്തുക്കുന്നുണ്ട്, അങ്ങനെ ന്യായങ്ങൾക്ക് നിൽക്കരുത്. ഉമ്മ
നബിയെ ആരോടാണ് ഒരു മനുഷ്യൻ കൂടുതൽ കടപ്പാടുകളുള്ളത്? ഉമ്മുക്ക. പിന്നെയോ നബിയെ? ഉമ്മുക്ക. പിന്നെയോ ഉമ്മുക്ക. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ കൂടുതൽ കടപ്പാടുകൾ കാണിക്കേണ്ട വിഷയം ചോദിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്ന് ഉമ്മുക്ക എന്ന് പറഞ്ഞാൽ പിന്നെ അതിലായില്ലേ, പിന്നെ ഇതിനെ രണ്ടാമത് പിന്നെയും ഉമ്മ പറയണത്. മൂന്നാമത്തെ മത്സര ഫലം അറിവായിരിക്കുന്നു. ജഡ്ജസ് പ്ലീസ് നോട്ട്, അല്ലെങ്കിൽ വേറൊരാളോട് വിളിച്ചു പറയാണ് എന്ത് മത്സര ഫലം അറിവായിരിക്കുന്നു, അനൗൺസ്മെന്റ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ ഏതാണ് മത്സരം? ഒരു മനുഷ്യൻ ആരോടാണ് കൂടുതൽ കടപ്പാട് കാണിക്കേണ്ടത് എന്ന വിഷയത്തിലെ മത്സരത്തിൻ്റെ റിസൾട്ട്, ഒന്നാം സ്ഥാനം ഉമ്മാക്ക്, രണ്ടാം സ്ഥാനം ഉമ്മാക്ക് തന്നെ, മൂന്നാം സ്ഥാനം ഉമ്മാക്ക് തന്നെ. അങ്ങനെ പറയുന്ന പോലെയാണ് ഈ ഹദീസ് പറഞ്ഞത്. ഒന്നാം സ്ഥാനം ഉമ്മാക്ക് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇല്ല. ഉമ്മാൻ്റെത് കഴിയൂല മോനെ, ഉമ്മാൻ്റെത് കഴിയൂല, ഉമ്മാൻ്റെത് കഴിയൂല. തലയിൽ ചുമന്നിട്ട് ഹജ്ജിന് കൊണ്ടുവന്ന ആൾ മഹാന്മാരോട് ചോദിച്ചല്ലോ, ഞാൻ ഇത്രയും കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ ഉമ്മാക്ക് നടക്കാൻ വയ്യാത്തതുകൊണ്ട് ഈ ചുമന്ന് കൊണ്ടുവരിക, വഹൽ അദ്ദൈതു ഹഖഹ, എൻ്റെ ഉമ്മാനോടുള്ള കടപ്പാട് തീരുമോ? 10 പോലും തീരൂല. എന്തേ? നിന്നെ ഗർഭം ചുമന്ന കാലത്ത് നീ ഇടത്തുനിന്ന് വലത്തോട്ടേക്ക് തിരിയുമ്പോൾ ഉമ്മ സഹിച്ച വേദനൻ്റെ പകരം എന്ത് ചെയ്താലാ തീരുക? എപ്പോഴാ തീര മോനെ? മർലാനോട് ഒരാൾ ചോദിച്ചില്ലേ, ഞാൻ എൻ്റെ ഉമ്മാൻ്റെ കാഷ്ടവും മൂത്രവും ഒക്കെ വൃത്തിയാക്കുന്നുണ്ട്, എല്ലാം വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട്, ഉമ്മാക്ക് നടക്കാനും മറ്റാതും വയ്യാത്തതുകൊണ്ട് ഞാൻ ചുമന്ന് നടക്കല, എൻ്റെ ഉമ്മാനോടുള്ള കടപ്പാട് പൂർത്തിയായോ? ഇല്ല. എന്തേ? നീ ഇപ്പോൾ നിൻ്റെ ഉമ്മ അസുഖം പിടിച്ച് വയ്യാതായപ്പോൾ എല്ലാം വൃത്തിയാക്കി കൊടുക്കുന്നതും ചുമന്ന് നടക്കുന്നതും ചികിത്സിക്കുന്നതൊക്കെ നിൻ്റെ മനസ്സിൽ ഒരു എൻഡിങ് പോയിന്റ് മനസ്സിൽ ഇമേജ് ചെയ്തിട്ടുണ്ട്. എന്ത്? ഉമ്മ മരിക്കുന്നവരെ അല്ലേ ഇത് ചെയ്യേണ്ടതുള്ളൂ എന്ന്. അങ്ങനെ നിൻ്റെ മനസ്സിലുണ്ട് അല്ലേ? ഉണ്ട്. അതേ സമയത്ത് നിന്റെ മൂത്രവും കാഷ്ടമൊക്കെ ഉമ്മാൻ്റെ മടിയിൽ നീ പഴയ കാലത്ത് ആദ്യം കക്കൂസായി കൊണ്ടു നടന്ന ഉമ്മാൻ്റെ മടിത്തട്ടിൽ അതൊക്കെ നിക്ഷേപിക്കുമ്പോൾ ഉമ്മ വൃത്തിയാക്കി തരുമ്പോൾ, ഉമ്മ നിന്നെ പാലൂട്ടുമ്പോൾ, നിനക്ക് വേണ്ടി ഉമ്മ ഉറക്കൊഴിക്കുമ്പോൾ, നിനക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ, നിനക്ക് വേണ്ടി ത്യാഗം സഹിക്കുമ്പോൾ ഉമ്മ അന്ന് വിചാരിച്ചത് എൻ്റെ മോന് വളരണം എന്നാണ്. നീ ഇപ്പം കുറച്ച് ചികിത്സ ഫണ്ടൊക്കെ ആയി അങ്ങേയറ്റെത്തിയിട്ട് സ്വലാത്ത് മജ്ലിസിന് കൊടുത്തേക്കുന്ന എഴുത്തന്നെ ഹോസ്പിറ്റലിൽ കുറേ ആയി കിടത്തത്തിലാണ് ഉമ്മ സലാമത്തിന് വേണ്ടി ദ്വാരക്കണമെന്ന്. എന്താടാ അതിൻ്റെ അർത്ഥം? മരിക്കാൻ ദ്വാരക്കണം അല്ലേ? അല്ലേ? നീ വിചാരിക്കുന്നത് ഉമ്മാക്ക് ഫണ്ട് ചിലവാക്കുമ്പോൾ ചികിത്സക്ക് നിൻ്റെ ഭാര്യ കാഷ്ടവും മൂത്രവും ഉമ്മാൻ്റെത് വൃത്തിയാക്കുമ്പോൾ നീ വൃത്തിയാക്കി കൊടുക്കുമ്പോൾ ഉമ്മ മരിക്കണം എന്നാണ് വിചാരിക്കുന്നത്. നിൻ്റെ ചെറുപ്പത്തിൽ നിൻ്റെ മൂത്രവും കാഷ്ടമൊക്കെ ഉമ്മ വൃത്തിയാക്കുമ്പോൾ വിചാരിച്ചത് നീ വളരണം എന്നാണ്. പിന്നെ എങ്ങനെയാ മോനെ ഇത് തീരുക? എങ്ങനെയാ തീരുക? ഉമ്മ നമ്മളിൽ നിന്ന് പോകുക എന്ന് പറയണത് നമുക്കൊരു അഭയകേന്ദ്രം നഷ്ടപ്പെട്ട പോലെയാണ്. ഒരു പരാതി ധൈര്യത്തിൽ പറയാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഉമ്മ എന്ന് പറഞ്ഞാൽ. ഒരു ധൈര്യമാണ് ഉമ്മാൻ്റെ അടുത്ത് പോയാൽ. പനിയൊക്കെ വന്നാൽ ഉമ്മാൻ്റെ ആ തണുത്ത കൈ നമ്മുടെ നെറ്റിക്കൊന്ന് അമർത്തി വെച്ചാൽ എന്തോ ഒരു ആശ്വാസമാണ്, എന്തോ ഒരു സമാധാനം. ഉമ്മ ഒന്ന് ഇവിടെ തന്നെ നിൽക്കുമോ? ആ നിൽക്കാം മോനെ, ഉമ്മ നേരത്തെ ഏടുണ്ടല്ലോ മോനെ, മോനിപ്പോൾ ഉറക്കത്ത് നിന്ന് കിട്ടിയപ്പോൾ ഉമ്മാനെ കണ്ടല്ലേ, ആ മടിയിലല്ലേ നമ്മൾ കാഷ്ടിച്ചത്, ആ മടിയിലല്ലേ മൂത്രമൊഴിച്ചത്, ആ മുലപ്പാൽ കുടിക്കുമ്പോൾ എത്ര നമ്മൾ കടിച്ച് വേദനിപ്പിച്ചിട്ടുണ്ടാകും, ആ ഉമ്മ നമുക്ക് വേണ്ടി എത്ര ഉറക്കൊഴിവാക്കിയിട്ടുണ്ടാവും. എന്നെങ്കിലും നമ്മൾ ഉമ്മാൻ്റെ ഡ്രസ്സ് ആൺകുട്ടികൾ അലക്കി കൊടുത്തിട്ടുണ്ടാവുമോ? എത്ര കാലമായി ഈ സേവനം അവർ തുടരുന്നു. ഇനി ഉപ്പ ജീവിച്ചിരിപ്പുള്ളവരാണെങ്കിൽ എന്താ പ്രധാനമായിട്ട് ചെയ്യേണ്ടത്? ഒന്ന്, അവർ പറയുന്ന മുഴുവൻ കാര്യം നമ്മൾ ചെയ്തു കൊടുക്കണം. ഷാഫി ഇമാമിനെ ഒരാൾ ചോദിച്ചല്ലോ ഷാഫി ഇമാം റഹിമുള്ളയോട്, ഉമ്മാനോട് തർക്കിക്കാൻ പറ്റുമെന്ന്. ഷാഫി ഇമാമിൻ്റെ മറുപടി, ഉമ്മാൻ്റെ ചെരുപ്പിനോട് തന്നെ തർക്കിക്കാൻ പറ്റില്ല, എന്നിട്ടല്ലേ ഉമ്മാനോട് തർക്കിക്കൽ? ഉമ്മാനോടോ?
ഉമ്മാനോട് നീ ആയത്തും ഹദീസും ഓതിയിട്ട് ഉമ്മാക്കെതിരെ സംസാരിക്കാനോ? നീ രണ്ട് കണ്ട എന്തെങ്കിലും പഠിക്കുമ്പോഴേക്കും ഉമ്മാക്കെതിരെ സംസാരിക്കാനോ? പറ്റൂല മോനെ, പറ്റൂല. ഒരു സുന്നത്ത് ഉമ്മ നമ്മളോട് ഒഴിവാക്കാൻ പറയാണ്. എങ്ങനെ ഒഴിവാക്കാൻ? എന്തോ ഒരു സാഹചര്യത്തിൽ. ഉദാഹരണത്തിന് റമദാൻ 27-ാം രാവ് ഉമ്മ പറയാണ്, മോനെ നീ ഇന്ന് പള്ളിയിൽ പോണ്ടോ? ആ പോണം. ഈ മഴയും കാറ്റും കോളൊക്കെ ആയതുകൊണ്ട് കറണ്ട് ഇടക്കിടക്ക് പോകുന്നുണ്ട്, എന്തോ എനിക്ക് ബേജാറ്, ഇവിടെ ആരുമില്ല. കഴിഞ്ഞ കൊല്ലമൊക്കെ മോള് മോനൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം ആരുമില്ലല്ലോ. നീ ഇന്ന് തറാവിയും വിത്തറൊക്കെ വീട്ടിൽ നിന്ന് തന്നെ നിസ്കരിക്കാം മോനെ, എനിക്കെന്തോ ഒരു പേടിയും. അവിടെ എന്താ മസാല? വീട്ടിൽ നിന്ന് നിസ്കരിക്കണം ഉമ്മക്ക് വേണ്ടിയിട്ട്. ഏതാ രാവ്? 27 രാവ്. ഉമ്മ കഴിഞ്ഞിട്ടേ വേറെന്തെങ്കിലും ഉള്ളൂ ഈ ലോകത്ത്. സുന്നത്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മ വിളിച്ച് ആ വിളിക്കിൽ ഉത്തരം കൊടുത്തിട്ടില്ലെങ്കിൽ ഉമ്മാക്ക് വിഷമാവെന്ന് കണ്ടാൽ വേഗം കൈയളക്കുക, ഉമ്മാക്ക് ഉത്തരം കൊടുക്കുക. നിസ്കാരത്തിൽ കൈയളക്കാനുള്ള മസല പറയണത് എത്രമാത്രം പ്രാധാന്യമുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ആരാണ് ഉമ്മ? പകരമില്ലാത്ത അക്ഷരങ്ങളാണ് ഉമ്മ എന്ന് പറയണത്. ഉമ്മാനെ കുറിച്ചിട്ടുള്ള പ്രസംഗം യൂട്യൂബിൽ കേട്ടിട്ട് കരയുന്നതിനേക്കാൾ നല്ലത് ഉമ്മ ഉള്ള കാലത്ത് ഉമ്മാനെ ചിരിപ്പിക്കുക വേണ്ടത്. പ്രായമുള്ള ഉമ്മയൊക്കെ നമുക്ക് ജീവിതത്തിലുണ്ടെങ്കിൽ സ്വർഗം വാങ്ങാൻ ഇനി വേറെ ത്വരീക്കത്തും തേടി പുറപ്പെടൊന്നും വേണ്ട, അവിടുന്ന് തന്നെ സ്വർഗം അങ്ങോട്ട് വാങ്ങിയാൽ മതി. അബൂ ഇസ്ഹാഖുൽ ഇസ്ഫറാനി തങ്ങളോട് ഒരാൾ പറഞ്ഞല്ലോ, ഇന്നലെ നിങ്ങളെ സ്വർഗത്തിൻ്റെ കിരീടം ധരിച്ചതായിട്ട് ഞാൻ സ്വപ്നത്തിൽ കണ്ടിരുന്നു എന്ന്. മഹാൻ പറഞ്ഞു, എങ്ങനെയാ കാണാതിരിക്കുക, ഞാൻ ഇന്നലെ എൻ്റെ ഉമ്മാൻ്റെ കാല് കടച്ചിലെടുത്തിട്ട് തടവി കൊടുക്കുകയായിരുന്നു. പിന്നെ സ്വർഗമല്ലാതെ വേറെന്താ അള്ളാഹ് തരാ? അപ്പോൾ ഒന്നാമത് വേണ്ടത് അവരെന്തു പറഞ്ഞാലും നമ്മൾ അനുസരിക്കണം. ഒരു പക്ഷേ നമ്മളെ മനസ്സിൽ അത് വിഷമമുണ്ടാവും, എന്നാലും അതനുസരിക്കണം. ആ അനുസരിച്ചതിൻ്റെ ബർക്കത്ത് തുടർ ജീവിതത്തിൽ അള്ളാഹു നൽകും. ആ പെണ്ണിനെ വേണ്ട മോനെ, നിനക്ക് എനിക്കെന്തോ ഒരു ഹൈർ തോന്നുന്നില്ല നീ അവിടെ വീടെടുക്കുന്നത്. ഉമ്മ എന്തി പറയുന്നു? അങ്ങനെ നിൻ്റെ ഒരു ന്യായാന്യായം പറയരുത്. ആ പൊരുത്തത്തിൽ അവിടെ ഇരിക്കണം, ആ പൊരുത്തത്തിൽ അവിടെ ഇരിക്കണം. രണ്ടാമത്തത്, അവരുടെ മുന്നിൽ നിന്ന് ശബ്ദം ഉയർത്താൻ പാടില്ല. ഒരു മഹാനെ ഉമ്മ വിളിച്ചു, വലിയ ഹദീസ് പണ്ഡിതനാണ് ആ മഹാൻ. എന്താ ഉമ്മ എന്ന് ചോദിച്ചു. എന്തുമ്മ? എന്താ ഉമ്മ? കാര്യം പറഞ്ഞു, കാര്യം നിർവഹിച്ചു കൊടുത്തു. പിന്നെ ഈ മഹാൻ വീട്ടിൽ റൂമിൽ ഇരുന്നിട്ട് ചിന്തിക്കുകയാണ്, ഞാൻ നേരത്തെ ഉമ്മനോട് എന്തേന്ന് ചോദിച്ചത് സൗണ്ട് കൂടിപ്പോയോ? അത് കേടായോ റബ്ബേ. നേരെ അങ്ങാടിയിൽ ചെന്ന് വലിയ വില വരുന്ന 2 അടിമകളെ വാങ്ങി, ലക്ഷങ്ങൾ വില വരും കേട്ടോ, അടിമകളെ വാങ്ങിയിട്ട് മോചിപ്പിച്ചിട്ട് അള്ളാഹിനോട് ദ്വാരുന്നു. നേരത്തെ ഉമ്മാനോട് എന്തേന്ന് ചോദിച്ചതിൽ സൗണ്ട് കൂടിപ്പോയിന് 2 അടിമകളെ വാങ്ങി മോചിപ്പിച്ചിട്ടുണ്ട്. പൊരുത്തപ്പെടണേ അള്ളാഹ്, കൂടിപ്പോയതാണ്, അറിയാണ്ട് അങ്ങോട്ട് വന്നു പോയതാണ്. ഇതാണ് മുസ്ലിമിൻ്റെ ജീവിതം എന്ന് പറയുന്നത്. ഞാൻ ടൗണിൽ നിന്നല്ലേ വരുന്നത്, എന്നേരം പറഞ്ഞൂടെ തക്കാളി വാങ്ങാൻ, ഇനിയിപ്പോൾ ആദ്യം വെയിലത്ത് പോകാനാണ്, എന്നെ കൊണ്ടാവില്ല എന്നാണ് പുതിയ സിദ്ധാന്തം. ഞാൻ എൻ്റെ ഭാര്യനെ കൂട്ടിയിട്ട് എവിടെ പോകുന്നു എല്ലാം ഇവിടെ പറയണം, ഇതെന്താ ഓഫീസാ എന്നതാണ് പുതിയ ചെറുപ്പക്കാരുടെ വർത്താനം. കല്യാണം കഴിക്കുന്നവരും ഉമ്മയായിരുന്നവൻ്റെ എല്ലാം. പിന്നെ ഒരു പെണ്ണിനെ കാണുമ്പോഴേക്കും മോനെ നീ ഒഴിവാക്കി പോകേണ്ടതല്ല ഉമ്മ. ബാക്കി ഏത് തെറ്റായാലും ആഖിറത്തിലായിരിക്കും അതിൻ്റെ ശിക്ഷ ഉണ്ടാവുക. ഇത് നോ, ദുനിയാവ് തന്നെ കിട്ടിത്തുടങ്ങും. ഉമ്മാനെ എങ്ങാനും ഉപ്പാനെ എങ്ങാനും ബുദ്ധിമുട്ടിച്ചാൽ ദുനിയാവ് തന്നെ കിട്ടും. അപ്പോൾ രണ്ടാമത്തത്, അവരുടെ മുന്നിൽ നിന്ന് ശബ്ദം ഉയർത്താൻ പാടില്ല. അതാ രണ്ടാമത്തെ അദബ്. മൂന്നാമത്തത്, അവരെ നോക്കുന്നത് എപ്പോഴും വളരെ ആദരവോടെ, തഅ്ലീമോടെ, ബഹുമാനത്തോടെ ആയിരിക്കണം. കരുണയോടെ മാതാപിതാക്കളിലേക്ക് നോക്കിയാൽ ഹജ്ജ് ഉംറ ചെയ്ത കൂലിയ. വീട്ടിൽ തന്നെ സംവിധാനം സ്വർഗം വാങ്ങാൻ അള്ളാഹ് വെച്ചേക്കണത്. ചില ചെറുപ്പക്കാരൊക്കെ ഉണ്ട്, എനിക്കൊക്കെ പരിചയമുള്ള കുറേ കുട്ടികളുണ്ട്,
കുറച്ച് കുരുത്തക്കേടൊക്കെ അവരുടെ ജീവിതത്തിലെ പുതിയ ട്രെൻഡിനനുസരിച്ച് മുടിയിലും ഡ്രസ്സിലൊക്കെ ഉണ്ടാകും. എന്നാലും അവർക്ക് ജീവൻ്റെ ജീവനാ ഉമ്മ എന്ന് പറഞ്ഞാൽ. എത്ര കൂട്ടുകാർ എന്ത് പിക്നിക്ക്, എന്ത് ബീച്ച്, എന്ത് ഫുഡ് അടിക്കൽ എന്ന് പറഞ്ഞാലും ഉമ്മാൻ്റെ മിസ് കോൾ കണ്ടാൽ ഉമ്മ എന്തിനാ വിളിച്ചേ? ഞാൻ വരാമ, ഞാൻ വരാം. ഒന്നും തിരക്കിലൊന്നുമില്ല. അയ്യോ ഞാൻ കുറച്ച് എന്തേ ഉമ്മ വിളിക്കണ്ട. എന്ത് ഉമ്മ വിളിക്കുന്നുണ്ട്? ട്രെയിൻ ഫ്ലൈറ്റ് ഇവിടെ ഒരു വർത്താനില്ല, ഉമ്മ വിളിക്കുന്നുണ്ട്. അതിൻ്റെ മേലെയൊന്നും ഒരു ഫ്ലൈറ്റും പറക്കൂല, ഉമ്മ വിളിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് കഴിയണം മനുഷ്യന്മാരെ. ഒരു ഉമ്മയല്ലേ നമുക്ക് ജീവിതത്തിലുള്ളൂ. ഉമ്മ പോയാൽ ഇനി ആര്? ഉമ്മ പോയാൽ കണ്ണിൻ്റെ കാഴ്ച പോയ പോലെ എന്നല്ല പറയേണ്ടത്, സൂര്യനെ അസ്തമിച്ച പോലെയാണ്. ഒരു ഇരുട്ടായിരിക്കും ജീവിതത്തിൽ. ഒന്നും ആരോടും പറയാനും കഴിയില്ല, ഒരു ടെൻഷൻ പറയാൻ കഴിയില്ല. കാരണം ബാക്കി ആരോട് നമ്മൾ ടെൻഷൻ പറഞ്ഞാലും അവരുടെ ടെൻഷൻ നമുക്ക് കേൾക്കേണ്ടി വരും. ഉമ്മാക്ക് എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മളെ ടെൻഷൻ ഉമ്മ കേട്ടാൽ, കുറേ ദിവസമായ മോനെ ഡോക്ടറെ കാണിച്ചിട്ടില്ല, എന്താ മോനെ ഒട്ടുക. അതൊരു സ്നേഹമാണ് സംഭവം. ആ സ്നേഹലോകം വല്ലാത്ത ലോകമാണ്. ഈ 1 വയസ്സ് 1.5 വയസ്സൊക്കെ ആകുമ്പോൾ ഈ മുമ്പിൽ പല്ല് മുളക്കും, അരിപ്പല്ല് എന്നാണ് അതിന് പറയൽ. അന്നാണെങ്കിൽ നമുക്ക് ഈ കുറച്ച് മുലപ്പാൽ കുടിച്ചാലൊന്നും വല്ലാതെ ദാഹം മാറിക്കിട്ടൂല. അപ്പോഴൊക്കെ ഈ ഉമ്മയുടെ മുലക്കണ്ണിയിൽ കടിച്ച് വേദനിപ്പിക്കും നമ്മളാ ഒരു എന്താ പറയുക, ഒരു അപക്വമായ കാലത്ത്. ഉമ്മ ഇങ്ങനെ പറിച്ചിട്ട് അപ്പുറത്തേക്ക് മാറ്റുമ്പോൾ അവിടെയും കിട്ടും കടി. അപ്പോഴൊന്നും ഉമ്മ നമ്മളെ ശപിക്കൂല, ലാനത്ത് ചെയ്യൂല. കള്ളം കിട്ടണ എൻ്റെ മോനെ പറഞ്ഞ അങ്ങനെ ഒരു തമാശയിലൂടെ. അതെത്രയാ വേദനിച്ചിട്ടുണ്ടാവുക, എത്ര വേദനിച്ചിട്ടുണ്ട്. നമ്മൾ തന്നെ ടോയ്ലറ്റിലൊക്കെ പോയാൽ ഇടത് കൈ കൊണ്ടേ വൃത്തിയാക്കുകയുള്ളൂ. വലത് കൈ കൊണ്ട് വെള്ളം എത്ര അടിച്ചാലും നജസ് ടച്ച് ചെയ്യണമെങ്കിൽ ഇടത്തെ കൈ കൊണ്ടേ ടച്ച് ചെയ്യുള്ളൂ. നമ്മളെ കാഷ്ടവും മൂത്രവും വലത് കൈ കൊണ്ട് തൊട്ട ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉമ്മ മാത്രമായിരിക്കും. ഇപ്പല്ലേ ഈ പമ്പേഴ്സ് കൾച്ചറൊക്കെ വന്നത്. എന്തപ്പോൾ അതിന് പകരം പറയാം? എന്തപ്പോൾ പകരം? എപ്പോൾ സ്നേഹത്തോടെ മാത്രം നോക്കണം, സ്നേഹത്തോടെ മാത്രം. മോനെ നീ കുറച്ച് ദിവസം ലീവിന് വന്നാൽ എൻ്റെ അടുത്ത് നിൽക്കണേ മോനെ എന്ന് ചെറുക്കനോട് ഉമ്മ പറഞ്ഞാൽ, ഞാൻ ലീവിന് എങ്ങനെ വരും ഉമ്മ, ടിക്കറ്റ് ഫെയർ. നീ ഇപ്പോഴേന് വരൂല, നീ സാധാ റബിയുൽ അവ്വലിനും റമദാനിലൊക്കെ വരത്തുണ്ടല്ല. ഓൻ വരൂല. എന്തുകൊണ്ട്? ഓൻ ഭാര്യനെ ഖത്തറിലേക്ക് കൂട്ടീന് വരില്ലല്ലോ, വരൂല. എന്നാൽ പിന്നെ എൻ്റെ ഭാര്യ ഫൗസിയാനെങ്കിലും അയച്ചുകൂടെടാ. തീരെ കഴിയുന്നില്ലടാ, തീരെ ആവുന്നില്ലടാ, തീരെ കഴിയുന്നില്ല. ആരും പണിയെടുപ്പിക്കാനൊന്നല്ല, എന്നാലും ഒരു ചായ ഉപ്പാക്ക് ആക്കി കൊടുക്കാൻ ആരുമില്ല. അപ്പം മോൻ്റെ ഡയലോഗ്, ഓളോട് ഞാൻ പറഞ്ഞു നോക്കിന്, പക്ഷെ ഓള് പറയുന്നത് നിങ്ങില്ലാണ്ട് ഞാൻ എങ്ങനെ പോവാ, എനിക്ക് മിസ്സിങ് ആണ് എന്ന്. നമ്മളെ നാടുകൾ ഇപ്പോൾ വൃദ്ധസദനങ്ങളാണ്. ഓരോ വീടും വൃദ്ധസദന. 5 മക്കൾ, ഓരോരുത്തരിങ്ങനെ വ്യത്യസ്ത ഗൾഫ് രാജ്യത്ത് വിത്ത് ദയർ വൈഫ്സ്, അവരുടെ ഭാര്യമാരൊന്നിച്ച്. ആജിക്ക് അജുമിയും വൃദ്ധസദനത്തിലാണ്. 5 ബെഡ്റൂമുള്ള വീടൊക്കെ ആയിരിക്കും, ബാത്റൂം അറ്റാച്ച്ഡ് ആയിരിക്കും. വൃദ്ധസദനങ്ങളാണ്. ആർക്ക്? അവരവർ മൈ ലൈഫ് ഈസ് മൈ ചോയ്സ്. എൻ്റെ ജീവിതം, ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ എന്ന ലോകത്ത് ചുരുണ്ട് കടന്നുപോയി. ഉമ്മാനെ മറന്നിട്ടൊരു ജീവിതം ഒരാൾക്കുണ്ടോ? പോയി. അവൻ്റെ ഒരു ഇബാദത്തും അല്ലാഹ്ക്ക് വേണ്ട. ഇനി ഉപ്പിയുമ്മയും മരിച്ചു പോയവരാണെങ്കിലോ അതെന്താ വേണ്ടത്? അൽ ഈലാഹു വൽ ബയാൻ എന്ന ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുള്ളയുടെ കിതാബിൽ കാണാം. 3 കാര്യങ്ങളാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. ഉപ്പയും ഉമ്മയും ജീവിച്ചിരിപ്പില്ലെങ്കിൽ 3 കാര്യങ്ങൾ. 1, ജീവിച്ചിരിപ്പുള്ള ഒരാൾ ഉണ്ടെങ്കിൽ, എന്ന് പറഞ്ഞാൽ ഉമ്മയാണ് മരിച്ചത് അല്ലെങ്കിൽ ഉപ്പയാണ് മരിച്ചത്, ഒരാളുണ്ട്, അവരെ കൂടുതൽ സന്തോഷിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ മരിച്ചുപോയ ആളെ കൂടി അതൊരു സന്തോഷിപ്പിക്കലാവും. ഇവരെ കൂടുതൽ സന്തോഷിപ്പിച്ചാൽ അതുകൂടി മേക്കപ്പ് ചെയ്തു പോകും എന്ന് ചുരുക്കം. ഒന്നതാണ്. ഉമ്മയുള്ളൂ, നല്ലോണം സന്തോഷിപ്പിക്കുക. ഉപ്പാനെ കൂടുതൽ സന്തോഷിപ്പിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. ഉപ്പ പെട്ടെന്ന് മരിച്ചുപോയി, അല്ലെങ്കിൽ ഉപ്പ മാത്രമേ ഉള്ളൂ, ഉമ്മ പോയി. അപ്പോൾ ഉപ്പാൻ്റെ കൂടെ തന്നെ
പരമാവധി സമയത്തുണ്ടാവുക. എന്നാൽ ഉമ്മാക്കും സന്തോഷവും ഉപ്പാക്കും സന്തോഷവും. അത് മേക്കപ്പ് ചെയ്ത് പോകും. 1. 2, അവരുടെ ഖബർ സിയാറത്ത് ചെയ്യുക. അത് അവർക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. മക്കൾ അവരുടെ ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ ബാക്കി ഖബറാളികളോട് ഈ ഉപ്പയും ഉമ്മയും അഭിമാനപൂർവ്വം പറയത്രേ, അവരും ഓരോരുത്തർ അസ്സലാമു അലൈക്കും ദാറ ഖൗമിയൽ മുഅ്മിനീൻ എന്ന് സലാം പറയും. നിങ്ങളെല്ലാവരും പൊറുക്കിയെടുക്കാൻ പോകുന്നില്ലേ? ഞാൻ അങ്ങനെയൊന്നും പോകുന്നില്ല. എനിക്ക് സ്പെഷ്യലായിട്ട് വേറെ തന്നെ വരുന്നുണ്ട്, എൻ്റെ മോന് കൊടുത്തയക്കുന്നുണ്ട്. നമ്മളാകുന്ന മക്കൾ ഉപ്പാക്കും ഉമ്മാക്കും അഭിമാനിക്കാൻ പറ്റുന്ന മക്കളാവണം. 2. 3-മത്തത് വത്തസദ്ദഖു അൻഹുമാ, അവരുടെ പേരിൽ സ്വതഖ ചെയ്യുക. മരിച്ചുപോയവരുടെ പേരിൽ സ്വതഖ ചെയ്യുക. ഇന്ന സ്വതഖത തസിലു ഇലാ മയ്യത്തിൻ ബിലാ ഖിലാഫിൻ ബൈനൽ മുസ്ലിമീൻ. ഇമാം നവവി റഹിമഹുല്ലാഹ് ശർഹ് മുസ്ലിമിൽ പറഞ്ഞല്ലോ, മരിച്ചുപോയവരുടെ പേരിൽ ചെയ്യുന്ന സ്വതഖ അവർക്ക് ഉപകാരപ്പെടും എന്ന വിഷയത്തിൽ ഒരു മുസ്ലിമിനും എതിരഭിപ്രായമില്ല. വഹാബിനെ കുറിച്ചല്ല പറയണത്, ഒരു മുസ്ലിമിനും എതിരഭിപ്രായമില്ല. ഇന്ന സ്വതഖത തസിലു ഇലാ മയ്യത്തിൻ ബിലാ ഖിലാഫിൻ ബൈനൽ മുസ്ലിമീൻ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇമാം നവവി റഹിമഹുല്ലാഹ് അവിടുത്തെ ശർഹ് മുസ്ലിമിൽ എഴുതി വെക്കുന്നുണ്ട്. വഹാബികൾ പറയുന്ന നോക്കണ്ട, മുജാഹിദ് ജമാഅത്തുകാരോ ഓർക്കെന്ത് ദീനറിയാം. മുസ്ലിമീങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഒരുത്ത മുസ്ലിം ആണെങ്കിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല എന്ന്. വഹാബികൾ തന്നെ അംഗീകരിക്കുന്ന നേതാക്കൾ അവരുടെ കിതാബിൽ ഈ വിഷയം എഴുതി വെക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ അതിലേക്കൊന്നും കടന്നു കയറി സംസാരിക്കണില്ല. മരിച്ചുപോയ മാതാപിതാക്കൾക്ക് മക്കൾ ഇങ്ങനെ ഖൈറ് കൊടുത്തേക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട്. എന്താ സന്തോഷം? ആ മാതാപിതാക്കളുടെ മനസ്സിൽ വലിയ സന്തോഷം ഉണ്ടാവും. ഈ സ്വതക്കയും ഈ ഖൈറാത്തും ഖബറിലേക്ക് എത്തുമ്പോൾ അവർക്ക് വലിയ ഹാപ്പിയാവും. തീർന്നില്ല, ഇത് കണ്ടിട്ട് ആ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന മക്കൾക്ക് വേണ്ടി ഇങ്ങോട്ട് ദുആ ചെയ്യും. എന്താ ദുആക്കല്? ഈ ഖൈറ് കൊടുത്തയച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ മക്കളെ ഖൈറിൽ തന്നെ നിലനിർത്തണേ അല്ലാന്ന് ദ്വാർക്കും. മരിച്ചുപോയവർ ജീവിച്ചിരിപ്പുള്ള മനുഷ്യർക്ക് ഇങ്ങോട്ട് ദ്വാർക്കുന്ന്. ഇബ്നു റജബുൽ ഹംബലി റഹിമഹുള്ളയുടെ അഹ്വാലുൽ ഖുബൂർ എന്ന ഗ്രന്ഥത്തിൽ വിശദമായി ആ കാര്യം പറയുന്നുണ്ട്. കണ്ടോ, ഇതാണ് മാതാപിതാക്കളോടുള്ള കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. തീർന്നിട്ടില്ല. മാതാപിതാക്കളുമായി ബന്ധമുള്ള ആരെല്ലാം ഉണ്ടോ അവരെല്ലാം സ്നേഹിക്കണം, അവരെ മുഴുവനും ബഹുമാനിക്കണം. ഉമ്മയുടെ ജ്യേഷ്ഠത്തിമാർ അഥവാ മൂത്തമ്മമാർ, ഉമ്മയുടെ അനുജത്തിമാർ, ഇളയമമാർ, അവരൊക്കെ ഉമ്മാനെ സ്നേഹിക്കണ പോലെ, ഉമ്മാനെ ബഹുമാനിക്കുന്ന പോലെ നോക്കണം. ആരാ അതൊക്കെ ചെയ്യണത്? ഉപ്പാന്റെ ജ്യേഷ്ഠനുജന്മാർ ഉപ്പയെ സ്നേഹിക്കുന്ന പോലെ അവരെയും സ്നേഹിക്കണം. ഇബ്നു ഹജർ റഹിമഹുള്ളയുടെ അസ്നൽ മത്വാലിബ് ഫീ സിലത്തിൽ അർഹാമി വൽ അഖാരിബ് എന്ന ഗ്രന്ഥത്തിൽ ഇതിന് ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി ദീർഘമായ മസ്അലകൾ, പഠനങ്ങൾ, പേജുകൾ ഉണ്ട്. ഇളയമാനും മുത്തമ്മാനെയൊക്കെ നമ്മൾ സ്നേഹിക്കുന്നത് ഉമ്മാനോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗ. അൽ ഖാലത്തു ബിമൻസിലത്തിൽ ഉമ്മീന, അൽ ഖാലത്തു ബിമൻസിലത്തിൽ ഉമ്മി, ഉമ്മാൻ്റെ സ്ഥാനത്താണ് ഉമ്മാൻ്റെ സഹോദരിമാർ. അത് ഉമ്മയും പഠിപ്പിച്ചു കൊടുക്കണം. ഇത് ഇളയമ്മയാട്ടോ, മൂത്തമ്മയാണേ. നീ കല്യാണം കഴിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സാധനമൊക്കെ വാങ്ങിയിട്ട് പോകണം മോനെ. മൂത്തമ്മാൻ്റെ ഒക്കെ സേവനം നിനക്കറിയാത്തോണ്ടല്ലേ. ഉമ്മയും പഠിപ്പിച്ചു കൊടുക്കണത്. ഇതേപോലെ തന്നെ ഉപ്പാൻ്റെ സുഹൃത്തുക്കളെയും നമ്മൾ പരിഗണിക്കണം. അത് ഉപ്പാനെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗ. ഉപ്പ എന്തേ ഈ മൂത്താപ്പന്തിന് നമ്മളെ പെങ്ങളെ കല്യാണ വിഷയത്തിൽ ഭയങ്കരമായിട്ട് ഇടപെടുന്നത്? അയാൾ ഫണ്ടൊന്നും തരുന്നില്ലല്ലോ, ഭയങ്കര
ഭയങ്കര അഭിപ്രായമാണല്ലോ, അത് ക്യാൻസലാക്കി, ഇത് ക്യാൻസലാക്കുക, അത് വേണ്ട, ഇത് വേണ്ട എന്നൊക്കെ. അതൊക്കെ ഒരു ലിബറൽ ആശയമാണ്. നമ്മളെ കാര്യം നമ്മൾ തന്നെ നോക്കിക്കോളൂ, വേറെ ഇടപെടണ്ട. ഇതൊക്കെ വളരെ വൃത്തികേടാണ്. അത് പറഞ്ഞ ഉടനെ ഉപ്പ തിരുത്തി കൊടുക്കണം. നീ എന്താടാ പറഞ്ഞത്? എന്താ നീ പറഞ്ഞത് മൂത്താപ്പനെ കുറിച്ചിട്ട്? എന്താ പറഞ്ഞേ? തിരുത്തി കൊടുക്കണം. ബഹുമാനിക്കേണ്ട എല്ലാവരോടുള്ള ബഹുമാനം പഠിപ്പിച്ചു കൊടുക്കൽ മാതാപിതാക്കളുടെ ബാധ്യതയാണെന്ന് ഗസാലി ഇമാം റഹിമഹുള്ളയുടെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ കാണാം. എന്നാലേ കുട്ടികൾ നന്നാവുള്ളൂ. ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾക്ക് കിട്ടേണ്ട അവകാശം മാത്രം നമ്മുടെ സിസ്റ്റങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. കുട്ടികളുടെ ഉത്തരവാദിത്തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നിടത്ത് നമ്മൾ പിറകോട്ട് പോയി. അപ്പോൾ കുട്ടികൾ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഇന്ന നമ്പറിലേക്ക് വിളിക്കാം, കേസ് കൊടുക്കും, അങ്ങനെ ചെയ്യുമെന്ന അവകാശത്തിൻ്റെ മേൽ അവർ മുകളിൽ കയറി പറഞ്ഞു. ഇത് മൂത്താപ്പയാണ്, ഇത് ടീച്ചറാണ്, ഇത് സാറാണ്, ഇത് ഉസ്താദാണ്, ബഹുമാനിക്കണമെന്ന ഉത്തരവാദിത്തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നിടത്ത് നമ്മുടെ സിസ്റ്റം പരാജയപ്പെട്ടു. അതുകൊണ്ട് തന്നെ പുതിയ കാല ചർച്ചയിൽ അഭിപ്രായാന്തരങ്ങൾ കിടക്കുന്നു. കുട്ടികളെ കുട്ടിക്കുറ്റവാളികളെന്ന് വിളിക്കണോ വേണ്ടിയോ എന്നതാണ് പുതിയ ചർച്ച. കുട്ടിക്ക് ആദ്യം വേണ്ടത് കുട്ടിക്ക് ഉത്തരവാദിത്വം കൂടി പഠിപ്പിച്ചു കൊടുക്കണം. അത് പഠിപ്പിച്ചു കൊടുക്കണം. മോനെ, അത് ഉസ്താദാണ് കേട്ടോ, ടീച്ചറാട്ടോ, സാറാണ്, നിൻ്റെ ബയോളജിയുടെ, ഫിസിക്സിൻ്റെ, കെമിസ്ട്രിയുടെ, ബോട്ടണിയുടെ സാറാണ്, നിനക്ക് കിതാബ് ഓതി തന്ന ഉസ്താദാണത്. എന്തെങ്കിലും ചെയ്താൽ ഇന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി എന്ന് പറയുന്നതിന് മുമ്പ് പറഞ്ഞു കൊടുക്കേണ്ടതേ ഇതാരാണ് എന്ന് പറഞ്ഞു കൊടുക്കണം. അത് നമ്മൾ പരാജയപ്പെട്ടപ്പോൾ പ്രശ്നങ്ങൾ കുട്ടികളിലൂടെ കടന്നു വരാൻ തുടങ്ങി. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ പ്രായമുള്ള ഒരു മനുഷ്യനെ കണ്ടു. കുതിരപ്പുറത്തുനിന്ന് ഇറങ്ങിയിട്ട് ആ പ്രായമുള്ള ആൾക്ക് തൻ്റെ കുതിര ഹദിയ കൊടുത്തു. തലപ്പാവ് ഊരിയിട്ട് അയാൾക്ക് വെച്ചു കൊടുത്തു. കൂടെയുള്ള ഖാദിമീങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയോട് ചോദിച്ചു, നിങ്ങൾക്ക് ഉസ്താദെ വേറെയും വാഹനങ്ങളുണ്ട്, തലപ്പാവുണ്ട്, ഈ മുന്തിയ വസ്ത്രം, മുന്തിയ തലപ്പാവും മുന്തിയ വാഹനവും തന്നെ അവർക്ക് കൊടുക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ? അവർക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഉണ്ട്. എന്താ പ്രത്യേകത എന്ന് വെച്ചു. വേറൊന്നുമല്ല, അത് എൻ്റെ ഉപ്പ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സുഹൃത്താണ്. ഉപ്പാൻ്റെ സുഹൃത്തിനെ ബഹുമാനിക്കൽ ഉപ്പാനെ ബഹുമാനിക്കുന്നതിൻ്റെ ഭാഗമാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടോ നിങ്ങൾ? യാ അല്ലാഹ്, കണ്ടങ്ങള്. ചിലർ ഉപ്പാനെ തീരെ മെയിൻറ്റെയിൻ ചെയ്യൂല, ഉപ്പാനെ പരിഗണിക്കൂല. ഗൾഫിലൊക്കെ പോയി ദീർഘകാലം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ വീടും എല്ലാ സൗകര്യങ്ങളും മക്കളെ കെട്ടിച്ച് എല്ലാം കഴിഞ്ഞ് ഉപ്പ പ്രായമായി. ഇപ്പോൾ ഉപ്പാക്കായിട്ട് സ്വന്തമായി വരുമാന മാർഗങ്ങൾ ഇല്ലെങ്കിൽ ഉപ്പ നിസ്കരിച്ചിട്ട് വരുമ്പോൾ ഉമ്മയും മക്കളും ചർച്ച അവസാനിപ്പിക്കും. ഉപ്പ വരുന്നുണ്ട്, ബാക്കി പിന്നെ ചർച്ച ചെയ്യാം. ആ പാവത്തിന് എത്ര വിഷമമുണ്ടാവില്ലേ? ഉപ്പ പൊതുവെ കരയൂല, ഹൃദയം കൊണ്ട് അങ്ങനെ കരയും. എപ്പോഴെങ്കിലും കണ്ണിൽ വെള്ളം നിറഞ്ഞാലായി. എന്നെ ആർക്കും വേണ്ടാന്ന് തോന്നിപ്പോകുന്നവരാണ് നമ്മുടെ നാട്ടിലെ കൂടുതൽ ഉപ്പമാരും. ആർക്കും വേണ്ടല്ലേ? ഈ ആൺമക്കളൊക്കെ ഒന്ന് കൂടെ ഇരുത്തിട്ട് ഉപ്പാനോട്, ഉപ്പാക്ക് എന്തോ ഒരു സങ്കടം 2-3 ദിവസമായിട്ട്, എന്തോ കൈമ കാശില്ലാത്തതിൻ്റെ പ്രശ്നം. ഉപ്പാനോട് ഞാൻ പറഞ്ഞിട്ടില്ല, ഉപ്പാക്ക് എന്താ പ്രശ്നം? ഞാൻ ഉപ്പാനോടൊരു കാര്യം ചോദിച്ചിട്ട്, ഉപ്പ എനിക്കൊരു മുത്തം തരും. ശരിക്കും ഉപ്പ കരഞ്ഞു പോവും. കരഞ്ഞു പോകുമെന്ന് പറഞ്ഞാൽ കരഞ്ഞു പോവും. എന്നെയൊക്കെ ആർക്കെങ്കിലുമൊക്കെ വേണമല്ലേ? ഇങ്ങനെ മരിക്കുന്നിടത്ത് മരിക്കട്ടെ എന്നിങ്ങനെ വിചാരിച്ചിട്ട് ജീവിക്കുന്നവരാ പല ഉപ്പമാരും. കാരണം ക്യാഷ് കയ്യിലില്ലെങ്കിൽ പുതിയ കാലത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അത്യാവശ്യം ഗൾഫ് ജീവിതം ആസ്വദിച്ച ഭാര്യൻ്റെ അടുത്തും മക്കളുടെ അടുത്തും ജീവിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആ ഉപ്പമാരിങ്ങനെ കഷ്ടപ്പെടും. നിസ്കരിക്കുന്ന വരുന്ന ചോറ് കിട്ടിയാലായി എന്ന് ചോദിക്കാനും പറ്റൂല ഭാര്യനോട്. കാരണം ഓള് മദീനയിലേക്കുള്ള പാതയിലുള്ള ഓൺലൈൻ മജ്ലിസിലായിരിക്കും. ചോദിക്കാനും പറ്റില്ലല്ലോ. കിട്ടിയാൽ അങ്ങോട്ട് തിന്നാം, അത്ര തന്നെ. കിട്ടിയാൽ തിന്നാം. ഉമ്മമാരെ, അപകടം പതിയിരിക്കുന്നത് ജാഗ്രതയോടെ കണ്ടിട്ടില്ലെങ്കിൽ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ, ചെയ്യുന്നത് നന്മയാണ് എന്ന് തോന്നിയാലും
അതൊക്കെ നമുക്ക് ആഖിറത്തിൽ വബാലായി വിപത്തായി വന്നു പോകും. ഉപ്പാനുമ്മാനും നല്ലോണം പരിഗണിക്കണം എന്നാണ് 7 അനുഗ്രഹങ്ങളിലെ 1-ാം അനുഗ്രഹം പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2, ഒരു മനുഷ്യന് അള്ളാഹു നൽകിയ 2ാമത്തെ വലിയ അനുഗ്രഹമാണ് സ്വർഗം വാങ്ങുക, നരകവും വാങ്ങുക. അതേതാ? സമയം. സമയം കൊണ്ട് സ്വർഗം വാങ്ങിയവരാണ് ഇന്നലകളിൽ ജീവിച്ച ഇമാമുമാർ. ഒരൊറ്റ സമയം കളയാതെ അവർ ജീവിച്ചു. ഒരൊറ്റ സെക്കൻഡും ജീവിതത്തിൽ നഷ്ടപ്പെടാതെ ഓരോ സെക്കൻഡുകളും ആഖിറത്തിൽ അനുകൂല സാക്ഷി നിൽക്കും വിധത്തിൽ അവരുടെ ആലോചനകൾ കൊണ്ട്, രചനകൾ കൊണ്ട് സമയത്തെ സമ്പന്നമാക്കി. സക്കരിയ അൻസാരി റളിയല്ലാഹുവിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കൂ. ഇമാം നവവി റളിയല്ലാഹുവിൻ്റെ ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കൂ. അവരുടെ എല്ലാം വലിയ പ്രത്യേകത, ഒരൊറ്റ സമയം അവർ വെറുതെ കളയൂല. ചില ഇമാമിങ്ങളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? അവർ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ വരെ കിതാബ് നോക്കൂ. അത്രേ, വഴിയിലൂടെ നടന്നു പോകുമ്പോൾ വരെ കിതാബ് നോക്കൂ. എന്തിന്? ചിലപ്പോൾ പള്ളിയിലെ ജമാഅത്തിനൊക്കെ ആയിരിക്കും വരുന്നത്, എന്നാലും കിതാബ് നോക്കും. ആ സമയം നഷ്ടപ്പെടണ്ടെന്ന് കരുതിയിട്ട് അങ്ങനെ നടന്നു പോകുമ്പോൾ കിതാബ് നോക്കി നടന്നു പോകുമ്പോൾ കുഴിയിൽ വീണ് പരിക്കേൽക്കുകയും പിറ്റേ ദിവസം തന്നെ മരിക്കുകയും ചെയ്ത മഹാന്മാരുണ്ട്. നമുക്കും അങ്ങനെ ചാൻസ് ഉണ്ട്. മൊബൈൽ നോക്കി നടന്നാൽ മതി, വല്ല ടാങ്കിലും വീണ് മരിച്ചോളും. ഒരൊറ്റ സമയം വെറുതെ കളയാത്ത മഹാന്മാർ, ഒരു സമയം നഷ്ടപ്പെടുത്താത്ത മഹാന്മാർ. അതാ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അദ്ദുനിയ സഅ ഫജ്അൽഹാ ത്വഅ. മോനെ, ദുനിയാവ് എന്ന് പറഞ്ഞാൽ തന്നെ സമയ, അത് നീ നഷ്ടപ്പെടുത്തരുത്. അതിനെ മുഴുവനും നീ ഇബാദത്താക്കി മാറ്റണം. നിങ്ങൾ വെറുതെ ആലോചിച്ച് നോക്കിയേ, ഇന്ന് സുബഹിന് നമ്മളും നമ്മുടെ ഉപ്പയും എഴുന്നേറ്റത്, ഉദാഹരണം പറയാം, 5 മണിക്കാണെന്ന് വിചാരിക്കുക. ഉദാഹരണമാണ് കേട്ടോ. ഇപ്പോൾ സമയം എത്രയായി? എത്ര മണിക്കൂർ കഴിഞ്ഞു? അടുത്ത ദിവസത്തെ 5 മണി ആവുമ്പോഴേക്ക് 24 മണിക്കൂറാവുമ്പോഴേക്ക് ഉപ്പയുടെ സിംഹഭാഗവും ഉമ്മയുടെ ഭൂരിപക്ഷ സമയവും ഇബാദത്താക്കി മാറ്റിയിട്ട് അക്കൗണ്ട് നിറച്ചിട്ടുണ്ടാവും. നമ്മൾ പ്രധാനമായും ചെയ്ത ഒരു കാര്യം, വാട്സപ്പിൽ എല്ലാവരുടെയും സ്റ്റാറ്റസ് 3-4 തവണ നോക്കി. 1. 2, ഞാൻ ഇട്ട സ്റ്റാറ്റസ് ആരൊക്കെ നോക്കി. 2, നമുക്ക് എന്തിൻ്റെ സൂക്കടാണ് ശരിക്കും? എന്തിൻ്റെ സൂക്കട? $500 കൊല്ലം അള്ള ആയുസ് തന്നെന്ന് വിചാരിക്കുക. പിന്നെ അള്ള വിചാരിച്ചു ഒരു 500 കൂടി കൊടുത്തേക്കാം, 1000 കൊടുത്ത്. ഈ 1000 കൊല്ലം യൂട്യൂബിൽ ഫുൾ വീഡിയോസ് കണ്ടു തീർക്കാമെന്ന് വിചാരിച്ചാൽ തീരുമോ? ഇല്ല, ഇനിയും വീഡിയോസ് ബാക്കിയുണ്ടാവും. 2 ആൾ നടന്നു പോകുന്നു, ഒരാൾ കുഴിയിൽ വീണ്, 4 ആൾ ഹാന്ന് ചിരിക്കുന്നു. ഇതൊക്കെ തന്നെ ഇതിലുണ്ടാവുള്ളൂ. ഇത് കണ്ടു തീർത്ത് കാലം കൊല്ലലല്ല കൂട്ടുകാരെ നമ്മുടെ ജീവിതം. അല്ല, ഇപ്പോൾ ഒരു 18ാമത്തെ വയസ്സിൽ വല്ല അപകടത്തിൽ ഒരു ചെറുക്കൻ, ഒരു പെൺകുട്ടി മരിച്ചുപോയി എന്ന് വിചാരിക്കുക, തീർന്നല്ലോ കാലം. ഇനി ഒരു സുബ്ഹാനല്ലാഹ് എല്ലാം കഴിയോ? ഇല്ല, തീർന്നില്ലേ? തീർന്നു. ആഖിറത്തിലെത്തിയ ഈ കുട്ടി എന്താ വായിക്കൽ? ഏട് വായിക്കും. 18ാം വയസ്സിലാണ് മരിച്ചേക്കണത്. അതറിയാലോ. 15ാം വയസ്സിൽ പ്രായപൂർത്തിയായിട്ടുണ്ട്. യെസ്, 3 കൊല്ലമാണ് ജീവിതത്തിൽ കർമ്മങ്ങൾ എഴുതപ്പെടുന്ന കാലമായി ജീവിച്ചത്. 3 കൊല്ലം കൊണ്ട് ചെയ്തു തീർത്ത കാര്യങ്ങൾ അത് വായിക്കുക. 3,48,236 വീഡിയോസ് യൂട്യൂബ് റീൽസ് വഴി കണ്ടു. 1. വേറെന്താ നമ്മുടെ ചെക്കന്മാർ വായിക്കുക? എന്തപ്പോൾ വായിക്കുക? ഒരാൾ ബൂട്ട് കെട്ടുന്നത്, വേറൊരാൾ ബൂട്ടഴിക്കുന്നത്. ആരുടെങ്കിലും ബൂട്ടിൻ്റെ ഇടയിൽ പണയം വെക്കാനുള്ളതാണോ നമ്മുടെ തലച്ചോറ്? ആണോ? അല്ല. ആണോ? അല്ല. നമ്മളെ സമയം ഇങ്ങനെ വെറുതെ കളയാ. ഇന്നത്തെ ഈ പരിപാടിയും കഴിഞ്ഞാൽ നമ്മൾ എത്ര മണിക്ക് ഉറങ്ങും? എത്ര മണിക്ക് ഉറങ്ങും? എത്ര മണിക്ക് ഉറങ്ങും? അതേ തമാശാക്കല്ലേ, 2 GB ബാക്കിയുണ്ട്, വെറുതെ പോയാൽ നഷ്ടമല്ലേ? എന്ത്? ജീവിക്കാണോ പ്രാധാന്യം? ആയുസ്സിനാണോ പ്രാധാന്യം?
ആണോ? ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ അയാൾക്ക് സ്വർഗത്തിൽ മരം ഓഫർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു സുബ്ഹാനല്ലാഹ് എല്ലാം എത്ര സമയം വേണം? എത്ര വേണം? ആകെ 2 സെക്കൻഡുകൾ വേണം. സുബ്ഹാനല്ലാഹ്. സ്വർഗത്തിലൊരു മരം ഓഫർ ചെയ്യപ്പെട്ട ദിക്റാണത്. ഇത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ പറയാ, നിന്നോടൊരു ഹാജിയാര്, ഒരു പണക്കാരൻ പറയാണ്, കൊറോണയിലൂടെ ജോലി മിസ്സായതിനു ശേഷം നിനക്കൊരു ജോലി ക്ലിക്കായിട്ടില്ലല്ലേ? ഇല്ല. എന്നൊരു കാര്യം ചെയ്യുക, ഞാൻ വലിയൊരു ഗാർഡൻ ഉണ്ടാക്കുന്നുണ്ട്, നീ അത് ഓരോ ചെടി നടുന്നതിന് 500 രൂപ തരാം. ശരിക്കാണോ പറയണത്? ഒരു ചെടി നട്ട 500 രൂപ കറക്റ്റ് തള്ളാണോ? കൊള്ളാൻ പറ്റുന്നതാണോ? എന്ത് തള്ളു? 500 തരുമോനെ? ഒരു ചെടി നട്ട 500 രൂപയാണ്. കറക്റ്റാണോ പറയണത്? അതെ. അങ്ങനെയാണെങ്കിൽ നീ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഇടയിൽ വരുന്ന ചായ വേണോന്ന് വെച്ചാൽ നീ എന്താ പറയൽ? വേണ്ട. നാസ്ത വേണ്ട. ഉറങ്ങ വേണ്ട. ഈ ഉറക്കിനെയും ചായയെയും കടിയെയും ഫുഡിനെയൊക്കെ ഒഴിവാക്കിയിട്ട് നീ മുഴുസമയം ഓരോ ചെടിക്കും 500 കിട്ടാനുള്ള ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നീ പണിയെടുക്കൂലേ? യെസ്. എങ്കിൽ ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ സ്വർഗത്തിലൊരു മരം കിട്ടുമെന്ന നബി തങ്ങളുടെ പ്രഖ്യാപനത്തിൽ നിനക്കെന്താ വിശ്വാസമില്ലാത്തത്? അഇമ്മത്തിൻ്റെ ചോദ്യം. ഒരാളുടെ സ്റ്റാറ്റസ് നോക്കുമ്പോഴേക്ക് ഏകദേശം ഒരു 30 സുബ്ഹാനല്ലാഹ് അല്ല. ഇപ്പം വാട്സപ്പ് സ്റ്റാറ്റസിന് ദീർഘായുസ് കിട്ടിയതുകൊണ്ട് 1 മിനിറ്റിലേക്ക് നീണ്ടിട്ടുണ്ട്. സോ ഒരു 30 സുബ്ഹാനല്ലാഹ് അല്ല, 30 സ്വർഗീയ മരങ്ങൾ വാങ്ങാം. സ്വർഗത്തിൽ മരം കിട്ടും എന്ന് പറഞ്ഞാൽ നരകത്തിൽ കടത്തിയിട്ട് മരത്തുനിന്ന് മാങ്ങയും ചക്കയും കൊടുത്തേക്കലല്ല. ഈമാനോടെ മരിച്ചിട്ട് സ്വർഗത്തിൽ എത്തുന്നു കൂടിയാ അതിൻ്റെ താല്പര്യം. എന്തിനാ നമ്മൾ സമയം കളയണത്? അതാണ് അബൂബക്കർ ബിൻ അയ്യാശ് റളിയല്ലാഹു അൻഹു ചോദിച്ചൊരു ചോദ്യമുണ്ട് കിതാബുകളിൽ. എന്താ ചോദ്യം എന്നറിയോ? അബൂബക്കർ ബിൻ അയ്യാശ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, നിൻ്റെ പണം നഷ്ടപ്പെട്ടാൽ നിനക്കതിൽ ടെൻഷൻ ഉണ്ടാവില്ലേ? യെസ്. നിൻ്റെ സമയം നഷ്ടപ്പെട്ടതിൽ നിനക്കെന്താ ടെൻഷൻ ഇല്ലാത്തത്? ഈ വാളിൻ്റെ മജ്ലിസിൽ ഒരാളുടെ 500ൻ്റെ കെട്ടായ 5000 രൂപ നഷ്ടപ്പെട്ടു. അയാൾ ഏറ്റവും അവസാനത്തിലായിരിക്കും ഇവിടുന്ന് പോവുക. കുറേ നേരം പരുതും, വാട്സപ്പിലൊക്കെ ഇട്ട് ഒരാളുടെ മോശമല്ലാത്തൊരു സംഖ്യ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, കളഞ്ഞു കിട്ടുന്നവർ ഇന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക. ഉസ്താദ് സമാധാനിപ്പിച്ചു, ഖാന ഫാത്തമ പോയത് പോയി, ഇനി അള്ളാഹു നടുവിട്ടേക്ക്. ഉസ്താദ് അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഞാനെന്ത് പറയാൻ ഉസ്താദ്? ഞാനും എൻ്റെ മനസ്സൊന്ന് വിട്ട്. 3 ദിവസം കഴിഞ്ഞിട്ട് നമ്മളെ മഹല്ല് ഗ്രൂപ്പിൽ അതൊരു ഫോർവേഡ് മെസ്സേജ്, ഒരു ക്യാഷ് കളഞ്ഞു കിട്ടിയിട്ടുണ്ട്, കോണ്ടാക്ട് ചെയ്യുക. നമ്മൾ വിളിക്കോ ഇല്ലയോ? വിളിക്കും. അപ്പം ഇന്നത്തൊരു ഡയലോഗില്ലേ, പോയത് പോയി മനസ്സൊന്ന് വിട്ട്. അതൊന്നും നടക്കൂല, പൈസ മനസ്സൊന്ന് വിടാൻ കഴിയൂല. അല്ലേ 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 അത്? അതെ. അപ്പോൾ ആ പൈസ നഷ്ടപ്പെട്ടതിൽ ടെൻഷൻ കൊണ്ടല്ലേ നീ അതെന്നെ പരിധി നടക്കണത്? അതെ. എങ്കിൽ സമയത്രായി എന്ന് നോക്കാൻ വേണ്ടി നീ എടുത്ത ഫോൺ 2 മണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ ഫോണ് വെച്ചത്? അല്ലേ? ആ 2 മണിക്കൂർ ഓർത്തിട്ട് നിനക്ക് ടെൻഷൻ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. സമയമുണ്ടെങ്കിൽ നിനക്ക് പണം ഉണ്ടാക്കുക, ആഖിറ ഉണ്ടാക്കുക. അല്ലേ? അതെ. പണം കടം വാങ്ങാം, കടം കൊടുക്കാം. സമയം കടം കൊടുക്കാനോ കടം വാങ്ങാനോ പറ്റൂല. നഷ്ടപ്പെട്ടതു തന്നെ. ഇനി ഒരിക്കലും ഇന്നേത്തെ രാവിലെ തിരിച്ചു വരൂലല്ലോ, ഉച്ച തിരിച്ചു വരൂലല്ലോ. തിരിച്ചു വരുമോ? ഇല്ല. അപ്പം ഈ സമയത്തെ മുഴുവനും ആഖിറത്തിൽ ഉപകരിക്കും വിധത്തിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ആഖിറത്തിൽ ഒരു മനുഷ്യനും എന്ത് പറയാൻ കഴിയില്ല, അള്ളാഹുവെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തതുകൊണ്ടായിരുന്നു ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്യാതിരുന്നത് എന്ന് ഒരു മനുഷ്യനും പറയാൻ പറ്റില്ല. സ്വലാത്ത ചെല്ലണ്ടെന്ന് അറിയില്ല, ഒന്നും അറിയില്ല, ഏതാണ് സ്വർഗ വഴിയെന്ന് അറിയാത്തതുകൊണ്ട് അങ്ങനെ ഒരു മനുഷ്യനും പറയാൻ പറ്റില്ല. എന്തെല്ലാം വഴികൾ! 10 ഖുൽഹു അല്ലാഹു സൂറത്ത് ഡെയിലി ഓതിയാൽ സ്വർഗത്തിൽ വീടുണ്ട് എന്ന് ഹദീസിലുണ്ട്. 10 ഖുൽഹു അല്ലാഹു സ്വർഗത്തിൽ വീട് കിട്ടാൻ ഓതാൻ ആകെ വേണ്ടത് 10 ഖുൽഹു അല്ലാഹു ഓതാൻ 2 മിനിറ്റ് വേണ്ടി വരും. 86,400 സെക്കൻഡിൻ്റെ മലയാളമാണ് 24 മണിക്കൂർ എന്നുള്ളത്. അതിൻ്റെ ഇടയിൽ 2 മിനിറ്റ്. 8 കൊല്ലം കൊണ്ട് ദുനിയാവിലെ വീടെടുത്ത മനുഷ്യന് ഹൗസ് വാമിങ്ങിൻ്റെ അന്ന് വീട്ടിലെത്താൻ പറ്റിയിട്ടില്ല.
ശ്വാസതടസ്സം കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരിച്ചു. അതാണ് ഈ ദുനിയാവിലെ വീട് എന്ന് പറഞ്ഞാൽ. സ്വർഗത്തിലെ വീട് എന്ന് പറയണ ആ വീട് കിട്ടാൻ 10 ഖുൽ ഹുവല്ലാഹു 2 മിനിറ്റ്. ഇനി ഈ പ്രഭാഷണവും കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള സംസാരം എന്തായിരിക്കും? നല്ല വാളല്ലേ മൂപ്പര, ഞാൻ ആദ്യമായിട്ട് മൂപ്പര നേരിട്ട് കാണുന്നു, യൂട്യൂബിലൊക്കെ പല തവണ കണ്ടിട്ടുണ്ട്, മൂപ്പര ഒന്നും കൂടി കൊണ്ടുവന്നാലോ, പറയേണ്ടത് അങ്ങനെ കറക്റ്റ് പറയുന്നുണ്ടല്ലേ. ഈ ഫീഡ്ബാക്ക് ഉണ്ട് എന്നല്ലാതെ 10 ഖുൽ ഹുവല്ലാഹു നാളെ മുതൽ ഓതുമോ? ഞാൻ തന്നെ നിങ്ങളെ കണ്ടു എന്ന് വിചാരിക്കാം മറ്റന്നാൾ കാസർഗോഡ് ടൗണിന്. ഉസ്താദ് മിന്നാന്ന് നമ്മളെ നാട്ടിൽ വേദന 10 ഖുൽ ഹുവല്ലാഹു ഓതാൻ പറഞ്ഞിട്ട് ഓതുന്നുണ്ടോ? ഉസ്താദ് പറയുമ്പോൾ ഓതണം തന്നെ ഉണ്ട്. അതിനെ എൻ്റെ ഓതീനാ? ഓതിയിട്ടൊന്നുമില്ല. ഇത് മതിയോ? ഇങ്ങനെ മതിയോ? നമുക്ക് പോരാ. എന്തിനാണ് നമ്മൾ വഅളിൻ്റെ മജ്‌ലിസിൽ പങ്കെടുക്കുന്നത്? ഞാൻ എന്തിനാണ് വഅള് പറയണത്? നിങ്ങൾ എന്തിനാണത് കേൾക്കുന്നത്? അത് ആമുഖത്തിലേ സൂചിപ്പിച്ചല്ലോ. നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയണം. അപ്പൊ സമയം കൊണ്ട് സ്വർഗം കിട്ടുന്നവരുണ്ട്, അതേ സമയം കൊണ്ട് നരകം വാങ്ങി കാലം തീർക്കുന്ന മനുഷ്യരും ഉണ്ട്. അതേ സമയം കൊണ്ട് തന്നെ നരകം വാങ്ങുന്ന മനുഷ്യന്മാരില്ലേ? എല്ലാ രാത്രിയും ഹറാമിൻ്റെ ലോകത്ത് കൈവെള്ളയിൽ മൾട്ടിമീഡിയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് എല്ലാ രാത്രിയും തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന മോനെ, ഒരു ഹറാം സ്ഥിരം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാര്യം ഹറാമാണെന്നറിഞ്ഞത് സ്ഥിരം ചെയ്താൽ അവൻ ഫാസിഖായി പോകും എന്ന് കിതാബുകൾ എഴുതി വച്ചില്ലേ? ഫാസിഖായ മോൻ, ഫാസിഖായ ഉപ്പ ഇങ്ങനെ താമസിക്കുന്ന ഒരു വീട്ടിലെങ്ങനെയാ ബറക്കത്തുണ്ടാവുക? ഫാസിഖീങ്ങളായാൽ അവർ വളർത്തുന്ന കുട്ടികൾ എങ്ങനെയാ നന്നാവുക? ഫാസിഖീങ്ങളായാൽ ആയിരക്കണക്കിന് ഫാസിഖീങ്ങൾ ഒരു പള്ളിയിൽ ഒരുമിച്ച് കൂടി അങ്ങനെ ഒരു നിക്കാഹ് നടന്നാൽ, ഈ ആയിരക്കണക്കിന് ആൾക്കാർ സാക്ഷി നിന്നാൽ ആ നിക്കാഹ് സ്വഹിയാവോ? ഇല്ല. ഫാസിഖാവുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു തെറ്റ് തെറ്റാന്ന് ഉപ്പർക്കറിയാം, എന്നിട്ട് സ്ഥിരം ചെയ്യുക. എല്ലാ ദിവസവും രാത്രി ഹറാമുകളിൽ ഫോണിൽ ജീവിക്കുന്ന മനുഷ്യർ തെറ്റ് ചെയ്യുമ്പോൾ വൽ ഇസ്റാറു അലൈഹ, തെറ്റ് സ്ഥിരം ചെയ്യുന്നത് ഫിസ്ഖല്ലേ, ഫാസിഖാവുന്ന പരിപാടിയല്ലേ? അല്ലേ? അല്ലേ? അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ സമയം കളയൂല എന്ന് തീരുമാനിക്കണം. അത് വേറെ ആരുമല്ല തീരുമാനിക്കേണ്ടത്, നമ്മൾ തന്നെയാ തീരുമാനിക്കേണ്ടത്. സമയം കളയൂല എന്ന് തീരുമാനിക്കുക. അതിനൊരു ഉദാഹരണം പറയാം. നമ്മളെല്ലാവരും കൂടി ഒരു ബോട്ടിലോ കപ്പലിലോ യാത്ര ചെയ്തു. ഈ നാട്ടിലുള്ള എല്ലാവരും കൂടി പെട്ടെന്ന് കര എത്തുന്നതിൻ്റെ തൊട്ടു മുമ്പ് കപ്പൽ തകർന്നുപോയി. തകർന്നുപോയ കപ്പലിലെ ഓരോ മരക്കഷ്ണവും മറ്റൊക്കെ അള്ളിപ്പിടിച്ച് ഒരുവിധം ഏകദേശം ആളും കരയിലേക്ക് എത്തി എന്നാണ് വിചാരിച്ചത്. എണ്ണി നോക്കുമ്പോൾ പേടി, ആരെങ്കിലും മിസ്സായോ. ടോട്ടൽ 80 ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ അവസാനത്തെ ആളും വന്നപ്പോൾ അൽഹംദുലില്ലാഹ് 80 ആളും രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് കണ്ടു. അപ്പോഴാണ് ആ നാട്ടിലുള്ള കുറച്ച് മനുഷ്യന്മാർ വന്നിട്ട്, എന്താ കാര്യം ഇവിടെ? കപ്പൽ തകർന്നു പോയി, പെട്ടുപോയതാണ്, ഇവിടെ അല്ല ശരിക്കും നമ്മൾ ലക്ഷ്യം വെച്ചിരുന്നത്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഈ നാട് നമ്മുടേതാണ്, ഇവിടെ നിൽക്കാൻ പറ്റൂല എന്ന്. അല്ല, നമ്മുടെ കപ്പൽ തന്നെ തകർന്നു പോയല്ലോ, എന്താ ചെയ്യേണ്ടതെന്ന് രാജാവിനോട് പറയാം എന്ന് പറഞ്ഞിട്ട് നാട്ടുരാജാവിൻ്റെ അടുത്തേക്ക് നമ്മളെ 80 ആളെയും കൊണ്ടുപോയി. അയാൾ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതനുസരിച്ച് വിശ്വാസം എനിക്ക് വന്നിട്ടുണ്ട്, നാളെ രാവിലെ 6 മണി വരെ ഇവിടെ താമസിക്കാൻ പെർമിഷൻ ഉണ്ട്, നിങ്ങൾക്ക് നിർദ്ദിഷ്ട സ്ഥലത്തേക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് പോകാനുള്ള വാഹനം സെറ്റാണ്, നിങ്ങൾക്ക് പോകാം. 6 മണിക്ക് ഇവിടെ നിന്ന് പോയിരിക്കണം, അതിന് മുമ്പും പോകാം, 6 മണീൻ്റെ ശേഷം ഇവിടെ ഉണ്ടാവരുത് എന്നാണ് നിർബന്ധം. പിന്നെ മറ്റൊരു കാര്യം, അതെന്താണെന്ന് വെച്ചാൽ, ഈ നാട്ടിൽ മണ്ണില്ല, മണലില്ല,
ചരൽ കല്ലുകളില്ല, സാദാ കല്ലും ഇല്ല, ചെളികളില്ല. ഈ നാട് നിങ്ങൾക്ക് ഈ രാത്രി ആയതുകൊണ്ടാണ് മനസ്സിലാവാത്തത്. നിങ്ങൾ ചുറ്റുവട്ടത്ത് നോക്കിയാൽ ഈ നാട്ടിൽ ഏറെക്കുറെ ഉള്ളത് സ്വർണം, വെള്ളി, മുത്ത്, പവിഴം, മരതകം ഇത്യാദിയുള്ള വെരി പ്രീഷ്യസായ അമൂല്യമായ വസ്തുക്കളാണ്. ഇത് തുടരുതെന്നോ എടുക്കരുതെന്നോ ആണ് ഞാൻ പറയുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എൻ്റെ സംസാരത്തിൻ്റെ സ്റ്റൈല് നോക്കുമ്പോൾ. അല്ല, നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. സ്വർണ്ണം എടുക്കാം, വെള്ളി എടുക്കാം, മുത്ത് പരുതം, എന്തും എടുക്കാം. ഇതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇവിടെ എടുത്തു എന്നതുകൊണ്ട് ഈ ഉപദ്വീപിൽ ഒന്നും തീർന്നു പോകാനൊന്നുമില്ല. നിങ്ങൾക്ക് എടുക്കാം. പക്ഷെ കണ്ടീഷൻ മറക്കരുത്, 6 മണി. എന്ത്? 6 മണി. വേറെ വർത്താനമില്ല. 6 മണിക്ക് ഇവിടെ നിന്ന് പോയിരിക്കണം. വേറൊരു കണ്ടീഷനും ഇല്ല. നിങ്ങൾക്കുറങ്ങാം, എടുക്കാം, എന്തും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മളെ കൂട്ടത്തിലെ 80 പേരിൽ 3 വിഭാഗം ഉണ്ടാവും. വക്കുന്തു അസ്വാജൻ സലാസ. നമ്മളെ കൂട്ടത്തിൽ 3 വിഭാഗം ഉണ്ടാവും. ഒന്നാമത്തെ വിഭാഗം വസാബിഖൂൻ വസാബിഖൂൻ, ഉറങ്ങൂല. 80 ഉപ്മാവ് അനുവദിച്ചിട്ടുണ്ട്, പിന്നെ ചായയും ബിസ്ക്കറ്റും, അത്രയൊക്കെ തന്നെ അവർക്ക് തരാൻ പറ്റുള്ളൂ. നമ്മളവരുടെ അതിഥികളൊന്നുമല്ലല്ലോ, ഒരു അഭയാർത്ഥി ടീമല്ലേ. അതുകൊണ്ട് ജീവൻ നിലനിർത്താനുള്ള ഫുഡ്. അപ്പോഴും ഒന്നാമത്തെ വിഭാഗം ഉറങ്ങാത്ത ആ ടീം ചായ വേണ്ട വേണ്ട വേണ്ട, കടി വേണ്ട വേണ്ട വേണ്ട, ഒന്നും വേണ്ട. അവരിങ്ങനെ മുത്ത് പുറക്കിയെടുക്കുന്നു, സ്വർണം പറിച്ചെടുക്കുന്നു, വെള്ളി എടുക്കുന്നു, മരതകം ഇങ്ങനെ ചാക്ക് ചാക്കായി നിറച്ച് ഒരു 5-6 തേക്ക് നിങ്ങൾക്ക് കണ്ണെല്ലാം ചൊറിച്ചലെടുത്തിട്ട് ഓൾറെഡി യാത്രയിലെ ക്ഷീണം, പിന്നെ ഇന്ന് രാത്രി ഉറങ്ങാത്ത 6 മണിക്ക് പോകണം. സമയം നോക്കുമ്പോൾ 5:35 നോക്കുമ്പോൾ കണ്ട അലാറം വന്ന് 6 മണിയായിട്ടുണ്ട് എന്ന്. 6 മണി. അപ്പോഴാണ് ഇവരുടെ കപ്പലിൽ ആ ലഗേജ് വെക്കേണ്ട സ്ഥലത്ത് സ്വർണം, വെള്ളി, മുത്ത്, മരതകം, പവിഴം നിറച്ച് വെച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, സന്തോഷം. രണ്ടാമത്തെ ഒരു ടീമുണ്ടാവും. അവർ ഈ ഭയങ്കര സൈദ്ധാന്തിക സയൻറ്റിഫിക് റൂട്ടിൽ ജീവിക്കുന്നവരാണ്. ശരീരത്തിനോടും കുറച്ച് കടപ്പാടുണ്ട്. കുറച്ചൊക്കെ തിന്നണം, കുറച്ച് ഉറങ്ങണം. നന്ന കഷ്ടപ്പെട്ട് പറക്കിയെടുക്കാനൊന്നും ആരും നിർദ്ദേശിച്ചിട്ടില്ല എന്ന അർത്ഥത്തിൽ ജീവിക്കുന്നവരുണ്ടാവും. അങ്ങനെ അവരെന്താണെന്ന് വെച്ചാൽ 2 കഷ്ണം സ്വർണ്ണം എടുത്ത്, ഒരു മുത്തും എടുത്ത്, പിന്നെ ഒരു ചെറിയ ഗീസിൽ ടോട്ടൽ ഓരോന്നും ഓരോ ഐറ്റം എടുത്തിട്ട് 6 ഇട്ടിട്ട് കുറച്ച് ഉറങ്ങി. 6 മണിയായിട്ടോ. മൂന്നാമത്തെ ഒരു ടീമുണ്ടാവും. അടിച്ചു പൊളിയാണ് ജീവിതം. ലൈഫ് ഫോർ എൻജോയ്. ഡിഗ്രി ഫൈനൽ ഇയറാണ്. ജീവിതം ഒരു ബീച്ചിൽ ആസ്വദിക്കാൻ പറ്റുന്ന ഉപദ്വീപിലെത്തിയിട്ട് എന്ത് സ്വർണം, എന്ത് വെള്ളി, അങ്ങനെ കുറേ സെൽഫി എടുത്ത് മറ്റേ ഇരുട്ടിൽ അങ്ങനെ എല്ലാം എടുത്ത് ഭയങ്കര സംഭവമാക്കി അങ്ങനെ ജീവിക്കും. കുറച്ച് ഉറങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഉറക്കമില്ല. നോക്കുമ്പോൾ 6 മണി. ഈ 3 ടീമും കപ്പലിൽ കയറുകയാണ്. ഒന്നാമത്തെ ടീമിന് സന്തോഷത്തിൻ്റെ കണ്ണുനീർ. ഓരോന്നും എത്ര ലോഡാ കയറ്റിയിട്ടുള്ളത്. രണ്ടാമത്തെ ടീമിന് ഉണ്ട്, കീശ നോക്കുമ്പോൾ ഉണ്ട് സംഭവം, പക്ഷേ കുറച്ചും കൂടി. മൂന്നാമത്തെ ടീമിന് മരണ ടെൻഷനായിരിക്കും. എന്തായി പറയും. ഇതുപോലെയാണ് ദുനിയാവിലെ മനുഷ്യന്മാരിൽ 3 ടീം. ഒന്നാമത്തെ ടീം സൂഫിയാക്കളാണ്, ഔലിയാക്കളാണ്. അവർ കുറക്കില്ല, തീറ്റിയില്ല, കുടിയില്ല. അവർ ഇബാദത്ത് എന്ന് പറഞ്ഞ ഇബാദത്ത്, ഫർളിസ്കാരം, സ്വർണം, സുന്നത്ത് വെള്ളി, ഉപ്പാനുമാർ പൊരുത്തമംഗൽ, മരതകം, അങ്ങനെ സുന്നത്തസ്കാരം, സുന്നത്തോമ്പ്, സുന്നത്തായ ഉംറ, സുന്നത്തായ സിയാർത്ത്, സ്വലാത്ത്, ദിക്ർ, അങ്ങനെയാണ്. ലാസ്റ്റ് 6 മണിയാകുമ്പോൾ അഥവാ ഇസ്രായേൽ വന്നിട്ട് വിളിക്കുമ്പോൾ ഉജൂഹു യൗമഇദിൻ നാഇമ, മുഖം ഭയങ്കര പ്രകാശമായിരിക്കും. ബിക്കോസ് ലിസഇഹാ റാളിയ, അവർ പണിയെടുക്കേണ്ട കാലത്ത് പണിയെടുത്തുകൊണ്ട് അൽഹംദുലില്ലാഹ് ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. ചെക്കന്മാർ പണിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്നാമത്തെ ടീം. രണ്ടാമത്തെ ടീം ഫർള് മാത്രം നിസ്കരിച്ചിട്ട് സിദ്ധാന്തങ്ങളിലൂടെ ജീവിക്കുന്നവർ ഉണ്ട്. അങ്ങനെ ഉറക്കോയിനി ഭാഗത്ത് ചെയ്യാന്നുള്ള പറഞ്ഞിട്ടില്ലല്ലോ, കുറച്ചൊക്കെ കൂടുമ്പോൾ അടിച്ചോളി, അങ്ങനത്തെ ടീം. അവർക്കൊരു ടെൻഷൻ പോലെ കുറച്ചും കൂടി ഭാഗത്ത് ചെയ്യാനുണ്ടായിട്ടല്ലേ. മൂന്നാമത്തെ ടീം അടിച്ചുപൊളി ടീം. അടിച്ചുപൊളി ടീം. റമദാൻ തീർന്നല്ലേ, ഞാനൊരു ഖത്ത് തീർക്കണമെന്നല്ല വിചാരിച്ചേ, പക്ഷെ അങ്ങനെ അങ്ങോട്ട് തീർന്നു. ലാസ്റ്റത്തെ 10 എന്തു പോക്കാ പോയതല്ലേ. 6 മണി അങ്ങനെ
ഇനിയും നമുക്ക് ഈ ഉദാഹരണത്തെ, ഇത് ഞാനുണ്ടാക്കിയ ഉദാഹരണമോ എനിക്ക് കണ്ടെത്താൻ പറ്റുന്ന ഉദാഹരണമൊന്നുമല്ല. ഇത് ഇബ്നു ഖുദാമ റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബിൽ എഴുതി വെച്ച ഉദാഹരണം നമ്മളെ നാട്ടുഭാഷയാക്കി ഉദാഹരിച്ചു എന്ന് മാത്രം, മഹാന്മാർ പറഞ്ഞത് മാത്രം. നമുക്ക് നമ്മളെ സമയത്തെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റണം. വെറുതെ സമയം കളഞ്ഞ് കാലം തീർക്കരുത്. ആ മൊബൈലൊക്കെ ഒന്ന് മാറ്റി വെക്കുക മനുഷ്യന്മാരെ. എന്നിട്ടിങ്ങനെ 33 സുബ്ഹാനല്ലാഹ് എല്ലാം ഉറങ്ങാൻ നേരത്ത് അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34, ഒന്നിന് 10 കൂലി. ഇത് ടോട്ടൽ 100ആയി. 100 × 10 1000 കൂലി. നന്മൻ്റെ ഏടിൽ എല്ലാ ദിവസവും അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ 1000 വരുമാനമുള്ള ഒരു മനുഷ്യൻ എങ്ങനെ ആഖിറത്തിൽ പരാജയപ്പെടുക? എങ്ങനെ പരാജയപ്പെടുക? സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ്ടല്ലോ, എല്ലാ ദിവസവും 1000 കൂലി വാങ്ങിക്കൂടെ? എല്ലാ ദിവസവും 1000? അതെങ്ങനെ നബി? 100 തസ്ബീഹല്ലേ? മതിയല്ലേ? നിസ്കാരശേഷം ആരെങ്കിലുമൊക്കെ എണീച്ച് പോകുന്ന പോലെ എണീച്ച് പോവാതെ അടി ഇരുന്നിട്ട് 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 33 അല്ലാഹു അക്ബർ, 100 പൂർത്തിയാക്കാനുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് എന്ന് തുടങ്ങുന്ന ദിക്റൊക്കെ ചൊല്ലുക. അങ്ങനെ 5 വക്ത് നിസ്കാര ശേഷവും ചൊല്ലിയാൽ 5000 ആയി. ഉറങ്ങാൻ നേരത്തുള്ളത് 100 × 10 1000 പ്ലസ് 5000 6000 ആയി. എല്ലാ ദിവസവും 6000 വരുമാനം നന്മൻ്റെ പുസ്തകത്തിലുള്ള ഒരു മനുഷ്യൻ എങ്ങനെയാണ് ആഖിറത്തിൽ, അഥവാ എത്ര തെറ്റ് ചെയ്തു പോയാൽ തന്നെ ഡെയിലി 6000 വരുമാനമുള്ള ഒരു മനുഷ്യൻ എങ്ങനെയാണ് തോറ്റുപോകുക? വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. അത് കാണൂലേ ആഖിറത്തിൽ നമുക്ക്? അവിടെ സമയം കളയരുത്. ഈ പ്രായമുള്ള മനുഷ്യന്മാരൊക്കെ എത്രയാ ഖുർആൻ ഓതുന്നത്, എത്രയാ ഓതുന്നത്? അപ്പം രണ്ടാമത്തത് സമയം. 3, സ്വർഗം വാങ്ങാനും നരകം വാങ്ങാനും പറ്റിയ അനുഗ്രഹങ്ങളിൽ മൂന്നാമത്തത് മക്കളാണ്. മക്കളെ കൊണ്ട് സ്വർഗം വാങ്ങാനും പറ്റും, നരകം വാങ്ങാനും പറ്റും. അഹഫിള അം ലയ്യ, ചോദ്യം വരും. അഹഫിള അം ലയ്യ. മക്കളെ വിഷയത്തിൽ നീ സൂക്ഷ്മതയോടുകൂടി കുട്ടികളെ വളർത്തിയിട്ടുണ്ടോ, അല്ല ലിബറലായോ? ചോദ്യം വരും. കുട്ടികളോട് കരുണ കാണിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികളെ തെറ്റുകുറ്റങ്ങൾ ചെയ്യാൻ അനുവദിച്ചു കൊടുക്കലും ചെയ്ത തെറ്റ് കണ്ടില്ലെന്ന് നടിക്കലും കുട്ടികളല്ലേ എന്ന് വിചാരിക്കലും അല്ല. പിന്നെ കുട്ടികളോട് കരുണ കാണിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടിയെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള പണിയെടുക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. താൽക്കാലികമായ സുഖത്തിന് വിട്ടിട്ട് കുട്ടികളല്ലേ കുറച്ചൊക്കെ ഉറങ്ങിക്കോട്ടെ, നിസ്കാരം നിസ്കരിക്കാല എന്ന് വിചാരിക്കല്ല മോനെ വേണ്ടത്. ഫഅന്നാരിൽ ആഖിറത്തി ഔലാ. ദുനിയാവിൽ എൻ്റെ മോനിക്ക് പൊള്ളലേൽക്കരുത്, തീയേൽക്കരുത് എന്ന് വിചാരിക്കുന്നില്ലേ നീ? ഉണ്ടല്ലോ. എന്നാൽ ഈ ദുനിയാവിലിടെ തീയേക്കാൾ എത്രയോ ഇരട്ടിയുള്ള നരകതീ എൻ്റെ മോനിക്കും മോൾക്കുണ്ടാവരുത് എന്ന നിർബന്ധം നിനക്കുണ്ടാവണം. അപ്പോൾ കുട്ടികളെ നിസ്കാരത്തിന് വിളിക്കണം. ശരിക്കും 7 വയസ്സ് മുതൽ കുട്ടിയെ നിസ്കരിക്കാൻ കൽപ്പിക്കണ്ടേ? വേണം. ഓരോ വക്തിനും കൽപ്പിച്ചാലേ ആ കുട്ടി നിസ്കരിക്കുള്ളെങ്കിൽ ഓരോ വക്തിനും കൽപ്പിക്കണം. ഈ കൽപ്പിക്കണം എന്നുള്ള അമ്ര, ഈ കൽപ്പന ആരോടാ? ഉപ്പാനോടും ഉമ്മാനോടും. ഈ ഉപ്പിയും ഈ മക്കളെ ഈ രീതിയിൽ കൽപ്പിച്ചിട്ടില്ലെങ്കിലോ അവർ നിർബന്ധം ഒഴിവാക്കി. തർക്കുൽ വാജിബി, നിർബന്ധം ഒഴിവാക്കിയാൽ മഅസിയത്തുൻ, അത് ഹറാമാണ്. അപ്പോൾ സ്ഥിരം ഹറാം ചെയ്യുമ്പോൾ ഈ ഉപ്പിയുമ്മയും ഫാസിക്കീങ്ങളായി തീരും. നമ്മുടെ നാട്ടിലുള്ള ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും കഥങ്ങൾ ആലോചിച്ച് നോക്കിയേ. എത്ര ഉപ്പിയുമ്മയും 7 വയസ്സ് മുതൽ കറക്റ്റ് കുട്ടികളെ നിസ്കരിപ്പിക്കുന്നവർ ഈ കാലത്തുണ്ട്. നമ്മൾ ആലോചിച്ചു. മദ്രസയിൽ പോകാത്ത ദിവസമാണെങ്കിൽ ചെറിയ പിള്ളേരുണ്ടാവുമല്ലോ, 8, 9, 8ാം ക്ലാസ് അല്ല, 8 വയസ്സ് 9 വയസ്സൊക്കെ ഉള്ള ആ കുട്ടികൾ വെള്ളിയാഴ്ച അല്ലേ മദ്രസ ഇല്ലാത്തല്ലേ കുറച്ച് ഉറങ്ങിക്കൊണ്ട് സ്കൂളിൽ വരും. ആരാ പറയണത്? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇതാണോ കുട്ടികളോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ? മല്ലം യർഹം സഗീറന, കുട്ടികളോട് കരുണ കാണിക്കാത്തവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കുട്ടിയെ ഹറാമ് ചെയ്തോട്ടെ അല്ലെങ്കിൽ നിസ്കരിക്കാതെ ഉറങ്ങിക്കോട്ടെ എന്ന് ചിന്തിക്കലാണോ? അല്ല, കുട്ടിയെ നരകത്തുനിന്ന് രക്ഷപ്പെടുത്താനുള്ള പണിയെടുക്കലാണ് കുട്ടിയോട് കരുണ എന്ന്
ഇമാം മഖ്ദൂം റളിയല്ലാഹു അൻഹു ഈ ഹദീസ് വിശദീകരിച്ച് അവിടുത്തെ ശർഹ് മുഖ്തസർ ശുഅബുൽ ഈമാൻ എന്ന കിതാബിൽ എഴുതി വെക്കുന്നുണ്ട്. നമ്മളെ മക്കളെ വളർത്തുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട 4-5 കാര്യങ്ങളെ എണ്ണി പറയാം. 1, കുട്ടികളുടെ കൂട്ടുകാർ നല്ല കൂട്ടുകാരായിരിക്കണം. അപ്പോൾ എൻ്റെ മോന് എൻ്റെ മോള് പോകുന്ന ക്യാമ്പസ് ഏതാണ് എന്ന് നമ്മൾ കൺഫേം ചെയ്യണം. അവിടെ ഇന്ന ക്വാളിറ്റി ഉണ്ട്, ഇന്നതുണ്ട് എന്ന് പറയുന്നതിലപ്പുറത്ത് എൻ്റെ മോൻ അവിടെ പോയാൽ അവൻ്റെ ആഖിറം നഷ്ടപ്പെടുവോ, എൻ്റെ മോൾ അവിടെ എത്തിയാൽ അവൾക്ക് നിസ്കരിക്കാൻ തന്നെ സൗകര്യമില്ലാത്ത ക്യാമ്പസാണോ, അതാ ചിന്തിക്കേണ്ടത്. വേറെ ഭൗതികമായ വേറൊന്നുമല്ല ഉഖ്റവിയായ ആലോചനയുള്ള ഉപ്പയുമ്മയും ചിന്തിക്കേണ്ടത്. അങ്ങനെ ആലോചിക്കേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം സിയാനതുഹു അൻ ഖുറനാഇ സൂ, മോശം കൂട്ടുകാരിൽ നിന്ന് കുട്ടികളെ രക്ഷപ്പെടുത്തണം. ഇതാണ് ഒന്നാമത് ശ്രദ്ധിക്കേണ്ടതെന്ന് ഇമാം ഗസാലി റഹിമഹുള്ളയുടെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ കാണാം. ഒന്നതാ. കാരണം ഒരാളുടെ കൂട്ടുകാരനെ പോലെയായിരിക്കും അയാളും ഉണ്ടാവുക. അനിൽ മർഇ ലാ തസ്അൽ ഫസൽ അൻ ഖരീനിഹി. ഒരാളെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അയാളെ കൂട്ടുകാരെ കുറിച്ച് അന്വേഷിച്ചാൽ മതി, എന്നാൽ ആ കാര്യം നമുക്ക് പിടുത്തം കിട്ടും. ഖലീലുൽ മർഇ ദലീലു അഖ്ലിഹി. എന്തൊരു പ്രഖ്യാപനം നോക്കിയേ, എന്തൊരു വാക്കാ നോക്കിയേ. ഖലീലുൽ മർഇ ദലീലു അഖ്ലിഹി. ഒരാളുടെ കൂട്ടുകാരനെ നോക്കിയാൽ മനസ്സിലാവും ഈ ചങ്ങായിക്ക് ബുദ്ധി ഉണ്ടോ ഇല്ലയോ എന്ന്. ഭയങ്കര വർത്താനല്ലേ അത്. ഖലീലുൽ മർഇ ദലീലു അഖ്ലിഹി. ഒരാളുടെ കൂട്ടുകാരനെ നോക്കിയാൽ മനസ്സിലാവും ഈ ചങ്ങായിക്ക് ബുദ്ധിയുണ്ടോ ഇല്ലയോ. ബുദ്ധിയുള്ള ആള് ആഖിറത്തിൽ വിജയിക്കാൻ ആ അനിവാര്യമായി കൂടെ നിൽക്കുന്ന കൂട്ടുകാരെ മാത്രമേ സെലക്ട് ചെയ്യുള്ളൂ. ബുദ്ധിയില്ലാത്ത ആള് താൽക്കാലികമായ സുഖത്തിന് കൂടെ നിൽക്കുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും പഠിപ്പിച്ചു തരുന്ന ആളെ കൂട്ടുകാരാക്കി മാറ്റും. അത്തരത്തിലുള്ള മനുഷ്യന്മാരെ ആഖിറത്തിലെത്തിയാൽ വിരല് കടിച്ചിട്ട് ടെൻഷനായിട്ട് പറയും അത്രേ, യാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല. ഈ ചങ്ങയെ സുഹൃത്താക്കിയത് കൊണ്ടാണ് എൻ്റെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോയത്. എന്തിൻ്റെ എല്ലാം പേരിൽ ബെസ്റ്റിയും ലവ്വറും അങ്ങനെ പല കഥകളും പറഞ്ഞിട്ട് ഇവൻ ഈ ലവ്വർ എന്ന് പറഞ്ഞിട്ട് നടന്നിട്ട് എന്തെല്ലാം തെറ്റാ എന്നെ പഠിപ്പിച്ചത്. യാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല. ഇയാളെ കൂട്ടുകാരനാക്കിയത് കൊണ്ടാണ് എൻ്റെ ജീവിതം നശിച്ചു പോയത്. ഓ പൊന്നുമോളെ ചിന്തിക്കണം. ഒരു കണ്ണടിയുടെയോ മിസ്സടിയുടെയോ ജീവിതം ഹോമിക്കപ്പെടാനുള്ളതല്ല ക്യാമ്പസ് കാലം എന്ന് പറയണത്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് നിന്നെ രസിപ്പിക്കുമ്പോൾ, നിന്റെ അഴക്, നിന്റെ ഭംഗി, നിന്റെ എല്ലാം എനിക്കിഷ്ടമാണെന്നുള്ള ലവ് അഫെയറിന്റെ വർത്തമാനങ്ങൾ പറയുമ്പോൾ പെട്ടുപോയാൽ യൗമ യഗുല്ലു ളാലിമു അലാ യദൈഹി, വിരല് കടിച്ചിട്ട് ആഖിറത്തിൽ ടെൻഷൻ പറയും, യാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല. ഇവനെ കൂട്ടുകാരനാക്കിയത് കൊണ്ടാണ് എൻ്റെ ജീവിതം തകർന്ന് തെരിപ്പണമായത്. എനിക്കങ്ങനത്തെ ആപ്പ് തന്നെ അറിയില്ല, എനിക്കങ്ങനത്തെ തെറ്റുകുറ്റങ്ങൾ പരിചയമില്ല, എനിക്കെല്ലാം പഠിപ്പിച്ചെന്നത് ഇവനല്ലേ ഇവളല്ലേ എന്ന് അന്ന് ടെൻഷൻ ആവേണ്ടി വരും. എന്താണ് ഖുർആന്റെ പ്രഖ്യാപനം? കറക്റ്റ് നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിലല്ലേ ഖുർആൻ നമുക്ക് കറക്റ്റ് ഫ്രെയിം ചെയ്ത് തരുന്നത്. അല്ലാഹില്ലാഹു യൗമൈദിൻ, ഖിയാമത്ത് നാളിൽ മിക്ക കൂട്ടുകാരും ശത്രുക്കളായിരിക്കും, പരസ്പരം ശത്രുക്കൾ. നീയല്ലേ എന്നെ ഇതാക്കിയത്? അതിന് ഞാൻ പറഞ്ഞു, നീ എന്തിനാ, നിന്നെ നിർബന്ധിച്ചിട്ടൊന്നുമില്ലല്ലോ. നീ നിർബന്ധിച്ചില്ലെങ്കിൽ നീയല്ലേ ഞങ്ങൾക്ക് ആദ്യം ഇതൊന്ന് ടേസ്റ്റ് നോക്കി നോക്ക് എന്ന് പറഞ്ഞിട്ട് MDMA ഉപയോഗിക്കാൻ തന്നത്. അതിനെ നിങ്ങനെ നിർബന്ധിച്ച് നീ എന്തിന്? അവരവിടെ നിന്ന് ഇങ്ങനെ ശണ്ട കൂടും, അടിപിടി കൂടും. അല്ലാഹില്ലാഹു യൗമൈദിൻ, ഖുർആന്റെ പ്രഖ്യാപനാണ് ഈ പറയണത്. അന്ന് ശത്രുക്കൾ, ഇവിടുത്തെ ശത്രുക്കളായ മനുഷ്യന്മാർ അന്ന് അവിടെ ശത്രുക്കളായും അവർ മാർട്ടൽ എനിമീസായി മാറും. പരസ്പരം അധിക്ഷേപങ്ങൾ ഉണ്ടാകും.
മുത്തഖീങ്ങൾ ഒഴികെ. മുത്തഖീങ്ങളോ പരസ്പരം ദീനിൻ്റെ കൂട്ടുകാരായ ഖൈറിൻ്റെ മാർഗത്തിലുള്ള കൂട്ടുകാർ അവിടെ പരസ്പരം കഥകൾ പറഞ്ഞ് ജീവിക്കും. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാക്കിഹൂൻ ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിയൂൻ. അവർ ചാരുകസേലയിൽ ഇരുന്നിട്ട് കഥകൾ പറയും. പണ്ട് നമ്മൾ സ്വലാത്ത് മജ്‌ലിസിനൊക്കെ പോയ ഓർമ്മയില്ലല്ലേ? ഒരുപാട് കൂട്ടുകാരെ ദീനിൻ്റെ കൂട്ടുകാരാക്കാൻ പരിശ്രമിച്ചത് ഓർമ്മയില്ലല്ലേ? ലേ 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 ഇങ്ങനെ കഥകൾ പറയും. നമ്മുടെ കൂട്ടുകാർ നല്ലവരായിരിക്കണം. സുഹൃത്തുക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളതാ. ഞാൻ ഒരാളെ സുഹൃത്തായിട്ട് സെലക്ട് ചെയ്യുമ്പോൾ ഒന്നിക്കിൽ ഞാൻ പഠിച്ച ഇൽമ അയാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അങ്ങനെ ഇൽമിനെ സ്നേഹിക്കുന്ന ആളാവണം. അല്ലെങ്കിൽ അയാൾ പഠിച്ച ഇൽമ എനിക്ക് പറഞ്ഞിരുന്ന ആളാവുന്ന ഇൽമിൻ്റെ അഹ്ലുകാരനാവണം. ഇതല്ലാത്ത ഒരാളെ നീ കൂട്ടുകാരനാക്കല്ലേ മോനെ എന്ന് ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു. അപ്പം നമ്മളെ മക്കൾ നന്നാവുള്ള ഒന്നാമത്തെ കാര്യം കൂട്ടുകാർ നന്നാവുക. സെക്കൻഡ് വൺ, രണ്ടാമത്തത് അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം പൂർണ്ണമായും ഹലാലായിരിക്കണം. പൂർണ്ണമായി ഹലാലാവണം. കുട്ടികൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലല്ലെങ്കിൽ കണ്ടെടുത്തു നിന്നൊക്കെ ഫുഡൊക്കെ വാങ്ങാനൊന്നും പാടില്ല. നമുക്കതിലൊരു സൂക്ഷ്മത വേണം. കല്യാണം കഴിക്കുന്ന സമയത്ത് കൊടുക്കുന്ന മെഹറും പിന്നീട് ഭാര്യയ്ക്ക് കൊടുക്കുന്ന ചെലവിൻ്റെ പൈസയും പ്യുവർ ഹലാലാണെങ്കിൽ ആ ദമ്പതികൾക്ക് ജനിക്കുന്ന മക്കൾ സ്വാലിഹീങ്ങളാകുമെന്ന് ഹുസ്നു തനബ്ബുഹ് ലിമാ വറദ ഫി തശബ്ബുഹ് എന്ന ഗ്രന്ഥത്തിൽ ഇമാം നജ്മുദ്ദീൻ അൽ ഗസ്സി റളിയല്ലാഹു അൻഹു എഴുതി വെക്കുന്നുണ്ട്. അപ്പോൾ കല്യാണം കഴിക്കാനിരിക്കുന്ന ചെറുപ്പക്കാർ മഹറിൻ്റെ പൈസ എവിടെ നിന്നാണ് കലക്ഷൻ നടത്തുന്നത്, എവിടെ നിന്നാണ് ഞാനിത് വാങ്ങുന്നത് എന്നുള്ളത് മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വിചാരിക്കണം. നമ്മൾ സാമ്പത്തികമായി എപ്പോഴും പരിശുദ്ധരായിരിക്കണം. പലിശ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അയാൾ ഈമാനില്ലാതെ മരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ച ഒരു ടീമാണ് പലിശക്കാർ. അള്ളാഹ് ഒരു തെറ്റിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകാർ ഈമാനില്ലാതെ മരിക്കുമെന്നാണ് അതിൻ്റെ താല്പര്യമെന്ന് അഇമ്മത്ത് അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇബ്നു ഹജർ തങ്ങൾ അവിടുത്തെ ഫത്താവുൽ ഹദീസിയയിൽ ദഖീറത്തുൽ ഖൈറിൽ അങ്ങനെ കുറേ ഇമാമുമാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെക്കുന്നുണ്ട്. പലിശ വളരെ ലളിതവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ കാലത്ത് പലിശയുമായി നമുക്കൊരു ബന്ധവും ഉണ്ടാവാൻ പാടില്ല. പലിശയിലൂടെയുള്ള ഒരു ദിർഹം 30 വ്യഭിചാരത്തിനേക്കാൾ കടുപ്പമാണ് എന്ന് നമ്മളോട് പഠിപ്പിച്ചു തന്നത് നമ്മളതിൽ നിന്ന് മാറി നിൽക്കാനാണ്. നേരത്തെ അതിനോടൊക്കെ സ്വീകരിച്ച നിലപാടിൻ്റെ ഗൗരവവും കാർക്കശ്യമൊന്നും ഇപ്പോൾ പലരിലും കാണുന്നില്ല എന്നുള്ളത് ഏറെ സങ്കടകരമാണ്. എങ്ങനെയെങ്കിലുമൊക്കെ പലിശയുടെ പണം ഹലാലാക്കാനും എങ്ങനെയെങ്കിലുമൊക്കെ ഏതെങ്കിലും വകുപ്പിൽ ഉപയോഗിക്കാനും മസലകൾ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ കാലത്ത് കൂട്ടുകാരെ, നമ്മളും സാമ്പത്തികമായി ശുദ്ധിയുള്ളവരാവണം. നമ്മളെ മക്കളെയും പരിശുദ്ധരാക്കി മാറ്റണം. വിശേഷിച്ച് അവർ കഴിക്കുന്ന ഫുഡ്, നമ്മളെ ഭാര്യയും മക്കളൊക്കെ കഴിക്കുന്ന ഫുഡ് ഹലാലാണ് എന്ന് ഉറപ്പിക്കണം. ഇല്ലാത്ത കാലത്തോളം എവിടെ പോയി മന്ത്രിപ്പിച്ചാലും എന്തു പോയി നേർച്ചയാക്കിയാലും ഫലങ്ങൾ അതിനൊക്കെ കാണുമെങ്കിലും മക്കളുടെ സ്വലാഹിയത്തിന് കുറവുണ്ടാകും, നന്മക്ക് കുറവുണ്ടാകും. ഇമാം ഗസാലി റഹിമഹുല്ലയുടെ പ്രധാനപ്പെട്ട ഉസ്താദാണ് ഹറമൈനി ഇമാം റഹിമഹുല്ല. ആ ഇമാമുൽ ഹറമൈനി റഹിമഹുല്ലയുടെ സംവാദം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, എതിർ കക്ഷിയോട് സംസാരിക്കുമ്പോൾ ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹുവിന് പെട്ടെന്ന് സംസാരത്തിൽ ഒരു വിക്ക് വന്ന പോലെ, പെട്ടെന്ന് വാക്കിൽ ഇടർച്ച വന്ന ഫീലിംഗ്. സംവാദങ്ങളൊക്കെ കഴിഞ്ഞ് വിജയിച്ച് ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹു വന്നപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, പേടിച്ചു പോയല്ലോ സദേ, സംവാദത്തിനിടയിൽ എങ്ങനെയാണ് അങ്ങനെ സംഭവിച്ചത്? അതെനിക്കറിയില്ല. എൻ്റെ ഒരു ഗസ്സിങ് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കുഞ്ഞിളം കാലത്ത് ഉമ്മയുടെ മുലപ്പാൽ കുടിക്കണ കാലത്ത് എൻ്റെ വാപ്പാക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു ഉമ്മനോട്, നീയല്ലാതെ കുട്ടിക്ക് പാൽ കൊടുക്കരുത്. അന്ന് ഈ അടിമ സ്ത്രീകളൊക്കെ
പാവപ്പെട്ട അടിമ സ്ത്രീകളൊക്കെ പണക്കാരുടെ അടുത്തും പ്രധാനപ്പെട്ടവരുടെ അടുത്തൊക്കെ പാലൂട്ടിയിട്ട് കുട്ടികൾക്ക് പാല് കൊടുത്തിട്ട് പണം കണ്ടെത്തുന്ന ഒരു കാലവും കൂടിയാണ്. അതുകൊണ്ട് അടിമകൾ ഹിയർ ആൻഡ് ദെയർ അവിടുന്ന് ഇവിടുന്നൊക്കെ സമ്പാദിച്ചിട്ട് അവരുടെ പണത്തിൽ ഹറാമും ശുബഹത്തും ഹറാമാണോ അല്ലയോ എന്നുള്ള ആശങ്കയിലൊക്കെ ഉള്ള പണങ്ങളുണ്ടാവും. അത്ര സൂക്ഷ്മത ഉണ്ടാവില്ല. അപ്പോൾ അവർ കഴിക്കുന്ന ഭക്ഷണത്തിലും ആ പ്രശ്നത്തിലൂടെ ആ പ്രശ്നം വന്നിട്ട് അവരുടെ മുലപ്പാലിലും അതിൻ്റെ ഒരു സുഖക്കുറവുണ്ടാവുമല്ലോ. അതുകൊണ്ട് അവർക്കാർക്കും എൻ്റെ മോനെ പാല് കൊടുക്കാൻ നീ അനുവദിക്കരുത്, നീ തന്നെ കൊടുക്കണം, നീ കഴിക്കുന്ന മുഴുവൻ ഫുഡും ഹലാലാണെന്ന് ഞാൻ കൺഫേം ചെയ്തിട്ടുണ്ട്. ആയിടക്ക് ഒരു ദിവസം ഞാനിങ്ങനെ കരയുമ്പോൾ ഉമ്മ വീട്ടിലടുത്തില്ല, മുറ്റത്തെവിടെയോ ഉള്ളത്, വീട്ടിലുള്ള അടിമ സ്ത്രീ വന്നിട്ട് എനിക്ക് പാലൂട്ടുന്നത് ഇമാമുൽ ഹറമൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വാപ്പ പള്ളിയിന്നോ മറ്റോ വരുമ്പോൾ കാണുന്നു, എന്നെ പിടിച്ചു മാറ്റുന്നു, കാല് മുകളിലേക്ക് ഉയർത്തിയിട്ട് വായിൽ വിരലിട്ട് ഛർദ്ദിപ്പിച്ച് മുഴുവനും എല്ലാം പോക്കിയിട്ടുണ്ട്. എന്നാലും പാല് ഒരു ദ്രാവകല്ലേ, വെള്ളമല്ലേ, ഒരു ചെറിയ നനവ് അണ്ണാക്കിലോ മറ്റോ അള്ളിപ്പിടിച്ചിട്ടുണ്ടാവില്ലേ, അതിൻ്റെ ഒരു സീക്വൻസ്, അതിൻ്റെ ഫലമാണ് ഇപ്പോൾ സംസാരിക്കുമ്പോൾ ഒരു കബത്ത്, ഒരു ചെറിയ ഒരു സംഗതി വന്നുപോയത്. ഈ ചരിത്രം വിശദീകരിച്ചുകൊണ്ട് തബഖാത്തു ശാഫിഇയ്യത്തിൽ കുബറയിൽ റൂഹുൽ ബയാനിലൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. എന്താണ് ഇവരുടെയൊക്കെ ഒരു സൂക്ഷ്മത, നിങ്ങൾ നോക്ക്, അത്രയും സൂക്ഷ്മത ഉണ്ടാവണം. പലിശയായിട്ട് ഒരു ബന്ധം നമുക്ക് ഉണ്ടാവരുത്. 27-ാം രാവിന് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ഉപ്പാൻ്റെ ഖബറിൻ്റെ അടുത്തുനിന്ന് സിയാറത്ത് ചെയ്തിട്ട് യാസീൻ ഓതുമ്പോൾ കുറച്ചപ്പുറത്തെ ഖബറിൽ നിന്ന് പേടിപ്പെടുത്തുന്ന ശബ്ദം കേട്ട് അതാരാണ് റബ്ബേ എന്നിങ്ങനെ അന്വേഷിച്ച് വീട്ടിൽ അല്ലെങ്കിൽ നാട്ടിൽ തല നരച്ചവരോടൊക്കെ അന്വേഷിച്ചപ്പോൾ ഒരു ചെറുപ്പക്കാരനായിരുന്നു, പലിശയായിരുന്നു അയാളുടെ പ്രശ്നം എന്നാണ് നാട്ടുകാർ പറഞ്ഞത്. 26 രാവിന് പോലും ശിക്ഷ തന്നെ. പലിശയായിട്ട് ഒരു ബന്ധം നമുക്ക് ഉണ്ടാവരുത്. പലിശ പല മോഡലിലും പല രൂപത്തിലും നടന്നുകൊണ്ടിരിക്കുന്ന കാല. ജ്വല്ലറിയിലും ഫർണിച്ചർ ഷോപ്പുകളിലും പല ഓഫറുകൾ തന്ന് ഇങ്ങനെ പണമെടുത്താൽ, ഇങ്ങനെ ക്യാഷ് അടച്ചാൽ, അങ്ങനെ ചെയ്താൽ, ഇത്ര അടച്ചാൽ, ഇതിൻ്റെ മസ്അലകൾ മുഴുവനും ഒരു സാമ്പത്തിക ഇടപാട് നടത്തുമ്പോൾ ഫിഖ്ഹ് അറിയുന്ന ആലിമീങ്ങളോട് ചോദിച്ചിട്ടല്ലാതെ നമ്മൾ കൈകാര്യം ചെയ്യരുത്. അപ്പോൾ രണ്ടാമത്തത്, മക്കൾ സ്വാലിഹീങ്ങളാവാൻ അവർ കഴിക്കുന്ന ഫുഡ് പ്യുവർ ഹലാലാണെന്ന് ഉറപ്പിക്കണം. 3, അവർക്ക് റഫ് തനഉം പഠിപ്പിക്കരുത്. ഗസാലി ഇമാം റഹിമഹുല്ലാഹിയിൽ പറയാൻ, റഫ് തനഉം പഠിപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ അവരെ സുഖിയന്മാരാക്കി വളർത്താൻ പാടില്ല. മുന്തിയ ഇനം ഡ്രസ്സ്, മുന്തിയ ഇനം ഫുഡ്, മുന്തിയത് മാത്രം കൊടുത്ത് കുട്ടികളെ പഠിപ്പിച്ചാൽ ആ കുട്ടികൾ നന്നാവില്ല. ആ കുട്ടികൾ എപ്പോഴും ഒരു പൊങ്ങച്ചത്തിൻ്റെ ആൾക്കാരായിരിക്കും. കിതാബിൽ എത്രത്തോളം ഉണ്ടെന്നറിയോ? തൻ്റെ ഉപ്പ ഉടമപ്പെടുത്തിയ സ്വത്തിനെക്കുറിച്ചോ ആസ്തിയെക്കുറിച്ചോ കൂട്ടുകാരോട് പറയരുത് എന്നുള്ളത് തന്നെ ഉപ്പിയും പറഞ്ഞു കൊടുക്കണമെന്നാ. നീ എന്താണ് പറഞ്ഞത് കുട്ടികളോടൊക്കെ? അത് യതീമായ ഒരു മോനല്ലേ, മോനോടാ നീ അങ്ങനെ പറയല്ലേ? ഉപ്പ എനിക്ക് ഇങ്ങനെല്ലാം കൊണ്ടുവന്നിന് ഗൾഫിൽ നിന്ന്, ഇതൊക്കെ ചെറുപ്പത്തിൽ പഠിപ്പിച്ചു കൊടുക്കേണ്ടതാ. എന്നാലേ കുട്ടികൾ നന്നാവുള്ളൂ. കിതാബി പറഞ്ഞ പോലെ പിള്ളേരെ തർബിയത്ത് നടത്തിയാലുണ്ടല്ലോ ഇഫക്റ്റീവ് പാരൻറ്റിങ് ആവും എന്നുള്ള കാര്യം ഷുവറാ. നമ്മളെ മക്കൾ വഴിപിഴക്കൂല എന്നുള്ള കാര്യം ഷുവറാ. മുന്തിയ ഇനം ഫുഡും മുന്തിയ ഇനം ഡ്രസ്സും കുട്ടികൾക്ക് കൊടുത്തും ധരിപ്പിച്ചും പഠിപ്പിച്ചാൽ ആ കുട്ടികൾക്ക് താഴ്മയോടെ ജീവിക്കാനോ പാവപ്പെട്ടവരെ പരിഗണിക്കാനോ ഹൃദയം ശുദ്ധിയാക്കാനോ അവസരങ്ങൾ ഉണ്ടാവില്ല. അവനെപ്പോഴും പൊങ്ങച്ചത്തിൻ്റെ ജീവിതമായിരിക്കും, വലിയ ജീവിതമായിരിക്കും. അത്തരത്തിലുള്ള ഒരു ചെറുപ്പക്കാരനെങ്ങാനും വല്ല ഡിഗ്രിയും PGയും B.Edഉം കഴിഞ്ഞാൽ ഏതെങ്കിലും കോളേജിലേക്ക് പോയി ആ കോളേജിൻ്റെ ഗേറ്റ് കീപ്പറായ വയസ്സായ ഒരു മനുഷ്യൻ കാലിന് മുടന്ത് രോഗത്തോടുകൂടി കഷ്ടപ്പെട്ടിട്ട് ഗേറ്റ് തുറക്കാൻ വരുന്ന ആ നടത്തത്തിൻ്റെ സ്ലോ മോഷൻ കൊണ്ട് ഒരു 2 മിനിറ്റ് ഡിലേ ആയാൽ ഈ 28 വയസ്സുള്ള ചെറുപ്പക്കാരൻ അവൻ്റെ ഗ്ലാസ് ഇങ്ങനെ അഴിച്ചിട്ട് ചൂടാവും. എന്താ മനുഷ്യ, സമയം നോക്കിയേ, എൻ്റെ ക്ലാസ് ടൈം അല്ലേ ഇത്? ഇയാളുടെ 3 ഇരട്ടി പ്രായം ഉണ്ടാവും ആ ഉപ്പാപ്പാക്ക്. എന്നാലും ഇയാൾ ചൂടാവുന്നത് ഈ കുട്ടിക്ക് ഡിഗ്രി ഉണ്ട്, PG ഉണ്ട്, B.Ed കഴിഞ്ഞിട്ടുണ്ട്, PSC പാസ്സായിട്ടുണ്ട്, പക്ഷേ ധാർമ്മികത കിട്ടിയിട്ടില്ല. അക്ഷരങ്ങളേ ഉള്ളൂ, ആശയങ്ങളില്ല. അത് വീട്ടിൽ നിന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. കുട്ടികളെ
എപ്പോഴും താഴ്മയുള്ള കുട്ടികളാക്കി വളർത്തണം. താഴ്മയുള്ള കുട്ടികളാക്കി വളർത്തണം. എപ്പോഴും അങ്ങനെ. ഞാൻ എൻ്റെ മോനിക്ക് നമ്മൾ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും എൻ്റെ പിള്ളേർ കുറച്ച് കഷ്ടപ്പെടരുത് എന്നൊന്നും കഷ്ടപ്പെടണ്ടെന്നാണ് എൻ്റെ വിചാരം ഉണ്ടായിരുന്നത്. അവനക്കൊരു വിഷമവും പഠിപ്പിച്ചിട്ടില്ല എന്നല്ല ശരി, അത് ശരിക്കേടാണ്. കുട്ടികൾക്ക് കുറച്ചൊക്കെ വിഷമങ്ങൾ പഠിക്കണം അവർ എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവിതത്തിൻ്റെ അർത്ഥങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. നാലാമത്തെ കാര്യം, സ്വാലിഹീങ്ങളുടെ ചരിത്രം കുട്ടികൾക്ക് ചെറുപ്പത്തിൽ പഠിപ്പിച്ചു കൊടുക്കണം. എന്തിന്? ലിയൻ അരിസ ഫീഹി ഹുബ്ബ സ്വാലിഹീൻ, അവൻ്റെ കൽബിൽ സ്വാലിഹീങ്ങളോടുള്ള മഹബത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. മോന് ഇന്ന് മുഹീദ്ദീൻ ശൈഖിൻ്റെ ആണ്ടാന്ന്. നമ്മളെങ്ങനെയാ? ബില്ലിന് ഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്ന്. ഇതെങ്ങനെ പഠിച്ചത്? ഉമ്മം നഫീസത്ത് മാല ചൊല്ലുന്ന കേട്ടിട്ട്. അല്ലാ തിരുപേരും സ്തുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങും. ഇതെങ്ങനെ നമ്മൾ പഠിച്ചത്? ഉമ്മ ചൊല്ലുന്ന കേട്ടിട്ട്. അന്ന് ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ കിച്ചനിൽ ഇറങ്ങാൻ വിടും ആരെങ്കിലും? ഇല്ല. എന്തേ? വാഖിയും മുൽക്കോതി കഴിയണം, യാസീൻ പാരായണം ചെയ്യണം, മുഹീദ്ദീൻ മാലയുടെ മജ്‌ലിസിൽ ഇരിക്കണം. അതന്നെ. രാവിലത്തെ ചായ കിട്ടണമെങ്കിൽ അന്ന് വീടുകളിൽ ഖുർആൻ ഓതി തീർക്കണ്ടേ? വേണം, അല്ലേ? വേണം. അല്ലാമ ബാഖ്റം റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ യാസീൻ സൂറത്ത് കാണാതെ ഓതാൻ പഠിച്ചത് എൻ്റെ ഉമ്മ ഓതുന്ന കേട്ടിട്ടാണ്. അപ്പൊ ഷാദുൽ ഇമാമിൻ്റെ ആണ്ട് വരുമ്പോൾ ഷാദുൽ ഇമാമിനെ പറ്റി പറഞ്ഞു കൊടുക്കണം. റിഫായി ഷെയ്ഖിനെ ഓർക്കേണ്ട മാസം വരുമ്പോൾ റിഫായി ഷെയ്ഖിൻ്റെ ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ സ്വാലിഹീങ്ങളുടെ ചരിത്രം പറഞ്ഞ് ആ കുട്ടി സുന്നത്തു ജമാഅത്തിൻ്റെ മോനായി വളരണം. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം? 6ാം ക്ലാസ് വരെ മദ്രസ പഠിച്ച് ഒഴിവായി, ഡിഗ്രിയും PG ഒക്കെ കഴിഞ്ഞ് എന്നിട്ട് ഖത്തറിലേക്ക് പോകുമ്പോൾ ചെല്ലിയ ബദർ മൗലിദ് വരുമ്പോഴേക്ക് ശിർക്കാകും. അവിടെയൊന്നും മൗലിദില്ല കേട്ടോ. സൗദി അറേബ്യ അല്ല ശരിക്കും ഇസ്ലാമുള്ള നാട്. അവിടുത്തെ ജന്നത്തുൽ മുഅല്ലയിലും ജന്നത്തുൽ ബഖയിലും മക്കത്തും മദീനത്തും നമ്മളെ കാസർഗോഡൊക്കെ ഉള്ള പോലെ ഒരൊറ്റ ഖബറും കെട്ടിപ്പൊക്കിയിട്ടില്ല. അതൊക്കെ തെറ്റാന്ന് ഇപ്പം മനസ്സിലാകുന്നെന്ന് പേര് പറയും കേട്ടാ. പോകുമ്പോൾ ചെല്ലിയ മദർ മൗലിദ് വരുമ്പോഴേക്ക് ദോഹ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോഴേക്ക് ശിർക്കാവും. എന്താ കാരണം? വീട്ടിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടിയിട്ടില്ല. ഈ ജന്നത്തുൽ മുഅല്ലയിലും ജന്നത്തുൽ ബഖയിലുള്ള സ്വാലിഹീങ്ങളുടെ ഖബറിൻ്റെ മേലെ ഖുബ്ബ് ഉണ്ടായിരുന്നു, ഖബർ കെട്ടിപ്പൊക്കിയിരുന്നു എന്ന് ഇമാം നവവി റഹിമഹുള്ളയുടെ തഹ്ദീബുൽ അസ്മാ വൽ ലുഗാത്തിലും അത്യാദിയുള്ള സർവ്വചരിത്ര ഗ്രന്ഥങ്ങളിലും ഉണ്ട്. ഇല്ലേ? ഉണ്ട്. ആ ചരിത്ര ഗ്രന്ഥങ്ങളിലുള്ളത് പിന്നെ കളവാവോ? അല്ല, അത് കളവായിട്ടല്ല. ആ ഇമാമിങ്ങളൊക്കെ ഉള്ള കാലത്ത് അതൊക്കെ ഖുബ്ബ് ഉണ്ടായിരുന്നു, ഖബർ കെട്ടിപ്പൊക്കിയിരുന്നു. ഇബ്നു അബ്ദുൽ വഹാബ് വന്നിട്ട്, വഹാബി നേതാവ് വന്നിട്ട് സൗദി ഭരണം ഏറ്റെടുത്തപ്പോൾ കെട്ടി പൊക്കിയ മുഴുവൻ ഖബറും അടിച്ച് പൊളിച്ച് തകർത്താടിയതാണ് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ വായിക്കാം. ഉറപ്പല്ലേ? ഒരു വീട്ടിൽ പോയിട്ട് ഒരാൾ പറയാണ് ഫുഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പോയത്, ഒന്നുമില്ല. എന്തേ? ഓനെന്നെ കുറച്ച് നേരത്തെ ഓൻ്റെ ഏട്ടൻ പോയിട്ട് ഫുഡ് കാലിയാക്കിയിട്ട് പ്ലേറ്റ് കാലി വെച്ചാൽ എന്താ പറയല്? അവിടെ ഫുഡ് ഉണ്ടെന്ന് പറയില്ലാന്നാ? ഇല്ല. അതേപോലെ ഖബർ കെട്ടിപ്പൊക്കിയിരുന്നു. ഇവൻ്റെ ഏട്ടൻ നേരത്തെ പോയിട്ട് പൊളിച്ചതാണ്. എൻ്റെ അയ്യന്മാർ പോയിട്ട് പറയും ആടില്ലാന്ന്. എങ്ങനെ ഉണ്ടാവും? ഇപ്പം സ്വാലിഹീങ്ങളെ ചരിത്രം. ലാസ്റ്റ് 5ാമത്തത്, കുട്ടികളെ നന്നാവുള്ള 5ാമത്തെ കാര്യം, നമ്മൾ മാതൃകാ ജീവിതം നയിക്കുക. ഉപ്പയും ഉമ്മയും. ഉപ്പ രഹസ്യമായി മൊബൈലിൽ ഹറാമ് ചെയ്യുന്നുണ്ട്, പിന്നെ എങ്ങനെ കുട്ടി നന്നാവല്? ഭർത്താവ് വരുമ്പോൾ ഉമ്മ അത് ഡിലീറ്റ് ചെയ്യുന്നു, പിന്നെ എങ്ങനെയാ കുട്ടി നന്നാവുക? എങ്ങനെയാ നന്നാവുക? നമ്മൾക്ക് കുറേ ഇബാദത്ത് ഉണ്ടാവണം, നമ്മൾക്ക് കുറേ ഇബാദത്തുകൾ ഉണ്ടാവണം. അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു തഹജ്ജുദ് നിസ്കാരം ആരംഭിച്ചത് എങ്ങനെയാണെന്നറിയോ? ഉപ്പ തഹജ്ജുദ് നിസ്കാരം നിസ്കരിക്കുന്ന കണ്ടിട്ടാ. ഉപ്പാനോട് ചോദിച്ചു, ഉപ്പ എന്താ നിസ്കരിക്കണത്? തഹജ്ജുദ്. ഉപ്പ എന്താ എന്നെ വിളിക്കാത്തത്? കണ്ടോ? അങ്ങനെയാ
ചെറിയ പ്രായത്തിൽ 10 വയസ്സ് പോലും എത്താത്ത കുട്ടി തഹജ്ജുസ്കാരം ആരംഭിക്കണത് ഉപ്പാൻ്റെ തഹജ്ജുദ് കണ്ടിട്ടാണ്. സഹ്ലു ബിൻ അബ്ദില്ലാഹി തുസ്സരി റളിയല്ലാഹു അൻഹു തഹജ്ജുസ്കാരം ആരംഭിച്ചത് അമ്മാവൻ്റെ തഹജ്ജുദ് കണ്ടിട്ടാണ്. അപ്പോൾ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയോട് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളോട് ഉസ്താദ് പറയാണ്, ഹിജാബൊക്കെ ഇടേണ്ട പ്രായമായി മോളെ, അന്യപുരുഷന്മാരും നമ്മളെ കാണാൻ പാടില്ല. അപ്പോൾ ആ കുട്ടിക്ക് തോന്നാണ്, ശരിയല്ലേ, ഫാത്തിമ ബീവിയുടെ ഒക്കെ സൂക്ഷ്മമായ ജീവിതത്തിൻ്റെ കഥകളല്ലേ ഇന്നലെ ഉസ്താദ് പറഞ്ഞത്, ഇനി എൻ്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കണമല്ലേ എന്ന് വിചാരിക്കുമ്പോഴാണ് ഉമ്മ ഹിജാബ് ഇടാണ്ട് മത്സ്യ വിൽപ്പനക്കാരനോട് വർത്താനം പറയുന്നതും ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവരുന്ന പണിക്കാരനോട് വർത്താനം പറയുന്നതും കാണുന്നത്. പിന്നെ ഇങ്ങനെ ഈ കുട്ടി മദ്രസയിൽ പോയിട്ട് ലെവലാവുക? ആമ്പിള്ളരോട് ഉസ്താദ് മദ്രസയിൽ നിന്ന് പറയണ, എന്താടാ നിന്റെ മുടിയുടെ കോലിങ്ങനെ, ഇതെന്താടാ ഇളനീനാറ്റ് ചെത്തിയ മാതിരി? ഉസ്താദ് ഞാൻ നാളെ മുതൽ ശരിക്ക്, ഉറപ്പല്ലേ? വീട്ടിലെത്തിയിട്ട് ഏട്ടന്മാരായ 3 ആളെ നോക്കുമ്പം ഇവൻ വിചാരിക്കും പിന്നെയും മെച്ചൻ ഞാനാണ്, ഇവർ ഇളനീൻ എന്നെ ചക്ക എന്നെ ചെത്തിയ മാതിരിയാണ്. പിന്നെ എന്തിനാ ഈ പിള്ളേരെ മദ്രസയിലേക്ക് അയക്കുന്നത് മനുഷ്യന്മാരെ? എന്തിന് പായക്കണത്? എന്തപ്പം അതിനെ കൊണ്ട് കാര്യം? മൊബൈലൊന്നും അധികം ഉപയോഗിക്കരുത് കേട്ടോ എന്ന് കേട്ട ഒരു കുട്ടി, സ്കൂളിൽ നിന്ന് കേട്ട ഒരു കുട്ടി, സ്ക്രീൻ അഡിക്ഷൻ്റെ ഭവിഷ്യത്ത് കേട്ട ഒരു കുട്ടി വീട്ടിലെത്തുമ്പോൾ ഉമ്മാനോട് മിണ്ടാൻ തന്നെ കഴിയുന്നില്ല. ഉമ്മ ഫുള്ള് മൊബൈലിലാണ്. ഉമ്മ പാചകക്കല പഠിക്കുന്നതിന് യൂട്യൂബിൽ നിന്നാണ്. കോഴിയെ കാൽ വിടർത്തുക, മുളക് പൊടി വിതരണം ചെയ്യുക, ഇങ്ങനെയാണ് പഠിക്കണ തന്നെ. അപ്പോൾ ഈ കുട്ടി എങ്ങനെ ഈ ഡിജിറ്റൽ ലോകത്തു നിന്ന് ഇറങ്ങുക? മൊബൈലൊക്കെ ഒന്ന് മാറ്റിവെച്ച് കുറച്ച് പുസ്തകങ്ങളൊക്കെ വായിക്കണം എന്ന് വിചാരിച്ച ഒരു കുട്ടിക്ക് വീട്ടിൽ നിന്ന് വായിക്കാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട്? ഒരൊറ്റൊരാളെ മാതൃകയാക്കാൻ പറ്റുന്ന വീട്ടിൽ ആളില്ലെങ്കിൽ പോയില്ലേ കഥ. അപ്പം നമ്മൾ മാതൃകയാവണം വീട്ടിൽ. അപ്പോൾ നമുക്ക് സ്വർഗം വാങ്ങാൻ പറ്റിയ 3ാമത്തൊരു ഏരിയയാണ് മക്കൾ എന്നുള്ളത്. 4ാമത്തെ 7 പറയണമെന്ന് കരുതിയിരുന്നു. പക്ഷേ ക്ലോക്കിന് എന്താണാവോ നമ്മളോട് വളരെ വേഗത്തിലാണ് മൂപ്പര് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനും ഒരു ആശങ്കയോടെ തന്നെയാണ് വാച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത്. 4ാമത്തെ കൂടി പറഞ്ഞ് ഞാൻ വൈൻഡപ്പ് ചെയ്യാം. 4ാമത്തത്, നമുക്ക് സ്വർഗം വാങ്ങാനും നരകം വാങ്ങാനൊക്കെ പറ്റുന്നതാണ് സമ്പത്ത് എന്ന് പറയുന്നത്. സമ്പത്ത് കൊണ്ട് സ്വർഗം വാങ്ങാനും പറ്റും, നരകം വാങ്ങാനും പറ്റും. എങ്ങനെയാണ് സ്വർഗം വാങ്ങുക? ഹലാലായ സമ്പാദ്യമായിരിക്കണം നമ്മുടേത്. സമ്പാദിക്കുന്നതൊക്കെ ഹലാലായിരിക്കണം. ചെലവഴിക്കുന്നത് ഇബാദത്തിൻ്റെ മേഖലയിലും ആയിരിക്കണം. അനാവശ്യത്തിന് ഫണ്ട് ചെലവാക്കരുത്. എൻഗേജ്മെൻറ്റിൻ്റെ പേരിൽ ദൂർത്ത് നമ്മളെ നാട്ടിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. വെസ്റ്റ് ബാങ്കിലും ഗസയിലും റഫയിലുള്ള മുസ്ലിമീങ്ങൾ ഇസ്രായേലിൻ്റെ ബോംബിൽ ചുട്ടരിക്കപ്പെട്ട് കൊല്ലപ്പെടുമ്പോൾ ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങളിൽ സിയാറത്തിനോ മറ്റോ പോയാൽ കോടിക്കണക്കിന് മുഅ്മിനീങ്ങൾ ഒരു നേരത്തെ അന്നമില്ലാതെ, കിടപ്പറയില്ലാതെ, വെള്ളമില്ലാതെ കഷ്ടപ്പെടുമ്പോൾ എൻഗേജ്മെൻറ്റിൻ്റെ പേരിൽ നമ്മളെ നാട്ടിൽ ചോക്ലേറ്റിൻ്റെ പർവ്വതം. പെണ്ണിനോ ചെക്കനോ ഉള്ള 15 ലക്ഷം രൂപ. മിനിനാന്ന് പെരുന്നാൾ കഴിഞ്ഞാലും ഇന്ന് എല്ലാവരും പച്ച ഡ്രസ് കോഡ്. ഫോട്ടോ എടുത്തില്ലേ? നാളെ ഇളയമാൻ്റെ മോളെ കല്യാണത്തിന് എല്ലാവരും ചുവന്നത്, മറ്റന്നാൾ വേറെ ഇളയപ്പാൻ്റെ മോളെ കല്യാണത്തിന് അതാ എല്ലാവരും യെല്ലോ ഓർ വൈറ്റ്. മദീനയിൽ നിന്ന് കാര്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ജസദിൽ വാഹിദ്. ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിൻ ഒരു ശരീരം പോലെയാണ്. ഈ വിരലിനെങ്ങാനും വല്ല ചില്ലോ ഗ്ലാസോ കൊണ്ടിട്ട് മുറിവേറ്റു പഴുത്തു, അത് വിരൽ അനുഭവിക്കട്ടെ, കുരുത്തക്കേട് കാണിച്ചതല്ലേ എന്ന് ശരീരം ആരും പറയാതെ ശരീരം മുഴുവനും പരിപാലിച്ച് ടയേർഡായി ഈ വിരലിനോട് സഹകരിക്കും, കൂടെ നിൽക്കും. ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിന് ഒരവയവത്തിന് കേടുവന്നാൽ, വേദന വന്നാൽ പനിച്ചിട്ടും ഉറക്കൊഴിഞ്ഞിട്ടും കൂടെ നിൽക്കുന്നത് പോലെയാണ് എന്ന്
റഫയിലെ മൂമിനീങ്ങളോടൊപ്പം നമ്മൾ എന്താ ചെയ്യണത്? ഗസ്സയിലെ മൂമിനീങ്ങളോട് നമുക്കെന്താ ബന്ധം? മന്തി പോലത്തെ സാധനം ഫുഡ് ആൻഡ് വീൽസിൻ്റെയോ ഐവ ഫൗണ്ടേഷൻ്റെയോ കീഴിൽ വല്ല മന്തി പോലത്തെ സാധനങ്ങാനും ഉത്തരേന്ത്യയിലെ മക്കൾക്ക് ഫുഡ് കൊടുക്കുകയാണെങ്കിൽ 3 വറ്റ് പിള്ളർ തിന്നിട്ട് ബാക്കി പൊത്തി വെച്ചിട്ട് ഉപ്പക്കും ഉമ്മക്കും കൊണ്ടുപോകുന്ന കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് മക്കളോട് നമുക്കെന്താ ബന്ധമുള്ളത്? ചോക്ലേറ്റിൻ്റെ മലയും പർവ്വതവും എൻഗേജ്മെൻറ്റിൻ്റെ പേരിൽ എത്ര ചെറുക്കന്മാരാ എൻഗേജ്മെൻറ്റിൻ്റെ പേരിൽ അറുത്തുപോകുന്നത്? ഉമ്മ നിർബന്ധിക്കും, സ്വർണം തന്നെ വാങ്ങണം, നമുക്കൊരു പ്രസ്റ്റേജ് ഉണ്ട്, മോശമല്ലേ എന്ന്. ഉമ്മ, എനിക്ക് കല്യാണം 2 മാസം കഴിഞ്ഞിട്ട് നടത്തേണ്ടതല്ലേ, വീടെടുത്തതിൻ്റെ പണിയുടെ ആ കടം തന്നെ തീർന്നിട്ടില്ലേ, ഇനിയും സ്വർണം, പിന്നെ നമ്മുടെ കുടുംബത്തിനൊരു പ്രസ്റ്റേജ് ഇല്ലേ, ഓറെന്തെല്ലാം വിചാരിക്കൂലേ എന്ന്. ഈ ഉമ്മക്ക് എവിടെ നിന്നാണ് ഈ വിവരം നേടിയത്? സാധാരണ ഒരു ഉമ്മ എന്ന് പറഞ്ഞാൽ മക്കളെ നരകത്ത് നിന്ന് രക്ഷപ്പെടുത്തേണ്ടവരല്ലേ. എന്നിട്ട് ലോൺ എടുത്തിട്ടാണെങ്കിലും പലിശക്ക് വെച്ചിട്ടാണെങ്കിലും സ്വർണം വാങ്ങണം എന്ന് പറയുന്ന ഉമ്മ എങ്ങനെയാണ് നരകത്ത് നിന്ന് രക്ഷപ്പെടുത്തുക? നരകത്ത് നിന്ന് രക്ഷപ്പെടാൻ മോന് ശ്രമിക്കുമ്പോൾ ആ മോനെ പിടിച്ച് നരകത്തിൽ ഇടുകയല്ലേ ഈ ഉമ്മ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ നമ്മുടെ സമ്പത്തിനോട് എങ്ങനെയാണ് നമുക്ക് സൂക്ഷ്മത ഉണ്ടാവേണ്ടത്? അപ്പം എൻ്റെ സമ്പാദ്യം 5 പൈസ ചെലവെക്കുന്നത് ഹലാലാവണം, ഇബാത്താവണം. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഒരു കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടു. മഹാനവറുകൾ ആ വലീമത്തിന് എത്തിയപ്പോൾ ആ വലീമത്തിൻ്റെ സദ്യയിൽ, കല്യാണ സദ്യയിൽ വെള്ളിയെ കൊണ്ട് ഉണ്ടാക്കിയ സുർമയുടെ കുപ്പി കണ്ടു. വെള്ളിനെ കൊണ്ട് സുർമയുടെ കുപ്പി ഉണ്ടാക്കിയതായിട്ട് കണ്ടു. മഹാനവറുകൾ അവിടുന്ന് ഇറങ്ങിപ്പോന്നു. ആരോ ചോദിച്ചു, എന്തേ? സുർമക്കുപ്പി വെള്ളിനെ കൊണ്ടുണ്ടാക്കൽ അത് കുറച്ച് ഓവറാണ്, അത് ഉള്ള സദസ്സിൽ ഞാനില്ല എന്ന് പറഞ്ഞിട്ട് പോന്നു. ഇപ്പം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും കല്യാണത്തിന് പങ്കെടുക്കുമോ? കുറച്ചൊക്കെ ഒന്ന് നിർത്തണം മനുഷ്യന്മാരെ, കുറച്ചൊക്കെ ഒന്ന് ഒഴിവാക്കണം. സമ്പാദ്യം കുറച്ച് ഗൾഫ് പണം നമ്മളെ നാട്ടിലേക്ക് ഒഴുകിയപ്പോൾ കാണിക്കുന്ന അഹങ്കാരത്തിനൊക്കെ ഒരു പര്യവസാനമുണ്ട്. ആഖിറത്തിൽ ഓരോന്നിനും അള്ളാഹുവിനോട് അക്കമിട്ട് മറുപടി പറയേണ്ടി വരും. ഉമ്മമാർ പെങ്ങന്മാർ ഈ വിഷയത്തിൽ ഒന്ന് സൂക്ഷ്മത ഉണ്ടെങ്കിൽ തന്നെ ചെക്കന്മാർ കുറച്ചൊക്കെ രക്ഷപ്പെടുമെന്നാണ് കൺസെപ്റ്റ്. ഒന്നും വേണ്ട, എൻഗേജ്മെൻ്റ് ഒന്ന് ചായ കുടിച്ചിട്ട് വരാം എന്ന് പറയുകയാണെങ്കിൽ പെങ്ങളെ വക വണ്ടി കിക്കർ ചവിട്ടും. ഒന്നുമില്ലാണ്ട് പോകുമ്പോൾ മോശമല്ലേ, ഒരു മോതിരം. അപ്പോൾ മൂത്തായിട്ട് തരാം, മോതിരം നമ്മുടെ കുടുംബത്തിനൊരു എന്നാൽ ഈ പെങ്ങളൊരു മോതിരം തരോ? അതുണ്ടാവില്ല. നമ്മളെ പണം കറക്റ്റായിരിക്കും. അതേപോലെ തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ പലിശയുമായിട്ട് ഒരു ബന്ധവും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾക്കറിയോ, അഹ്മദ് ബിൻ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഒരാൾക്കൊരു സംഖ്യ കടം കൊടുത്തു. കടം കൊടുത്തപ്പോൾ അയാൾ കടം തിരിച്ചു തരേണ്ട ഡേറ്റ് ആയിട്ടും തന്നിട്ടില്ല. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അയാളുടെ വീട്ടിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ കടം വാങ്ങിയ മനുഷ്യന് മനസ്സിലായി അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വന്നിട്ടുണ്ട്. അയാൾ പറഞ്ഞു, ഞാൻ തരാലോ, നിങ്ങളെന്താ ഈ വെയിലത്ത് നിൽക്കണത്, കയറിയിരിക്കൂ, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഈ സൺഷെയ്ഡിൻ്റെ തണൽ കൊള്ളാലോ, കയറി വരി. വേണ്ട. അതെ, ഞാൻ നിങ്ങൾക്ക് 10,000 അല്ലേ തന്നത്, അത് നിങ്ങൾ തിരിച്ചു തരുമല്ലോ എനിക്ക്, അതെ മതിയല്ലോ. അതും നിങ്ങൾ കയറിയിരിക്കാത്തതും എന്താ ബന്ധം? നിങ്ങളെനിക്ക് ഞാൻ തന്ന 10,000 തിരിച്ചു തരുന്നതോടൊപ്പം നിങ്ങളെ വീടിൻ്റെ തണൽ കൂടി ഞാൻ അനുഭവിക്കുമ്പം ഞാൻ തന്ന സംഖ്യൻ്റെ കൂടെ ഒരു ലാഭം നേടിയെടുക്കലാകുമ്പോൾ പലിശയാവോ എന്ന് പേടിച്ചിട്ടാണ് കേട്ടോ. കൊല്ലു കർലിൻ ജർറ മൻഫഅതൻ ഫഹുവ റിബ. കടം കൊടുത്തിട്ട് ലാഭം വാങ്ങുന്ന എല്ലാ ഏർപ്പാടും ഇസ്ലാമിൽ പലിശയാണ്. അത് ചിലപ്പോൾ പണിക്കൂലിയില്ല സ്വർണത്തിന്, അല്ലെങ്കിൽ അങ്ങനെയില്ല. അങ്ങനത്തെ എന്ത് മസല നമ്മൾ കൈകാര്യം ചെയ്യുമ്പോഴും ഇപ്പോൾ പണമടച്ച് പിന്നീട് വാങ്ങുന്ന ഏതൊരു കാര്യത്തിലും നമ്മൾ ഒരറിവുള്ള ഒരാളോട് ചോദിച്ചിട്ടല്ലാതെ ഒരു വിഷയത്തിലും ഇടപെടരുത്. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. അറിവുള്ളവരോട് ചോദിച്ചുകൊണ്ടിരിക്കണം. ചില മഹാന്മാരുടെ സൂക്ഷ്മത കേട്ട് നിങ്ങൾ, അവർ 1000 രൂപ കടം കൊടുത്താൽ, രൂപ എന്നൊക്കെ നമ്മുടെ നാട്ടിലെ ഉദാഹരണം പറയാം കേട്ടോ,
1000 രൂപ കടം കൊടുത്താൽ തിരിച്ചു വാങ്ങുമ്പോൾ 990 900 വാങ്ങുള്ളൂ. എന്തേ? അന്ന് ചില്ലറ 1000 ഇങ്ങനെ എണ്ണിത്തരുമ്പോൾ എൻ്റെ വന്ന് തെറ്റിപ്പോയിട്ട് 1000 ആയതാണെങ്കിലോ ചിലപ്പോൾ അത് 900 ആണെങ്കിലോ അവിടെ 900 മതി. അത്രയും അവർ പലിശയെ ഭയപ്പെട്ടു, പേടിച്ചു. ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെ നമുക്ക് അല്ലാഹു തന്ന അനുഗ്രഹങ്ങളൊക്കെ ഉപയോഗിച്ച് സമ്പത്ത് കൊണ്ട് സ്വർഗത്തിൽ പോയ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ആരോഗ്യം കൊണ്ട് സ്വർഗം വാങ്ങിയ സ്വഹാബത്ത്, സമയം കൊണ്ട് സ്വർഗം വാങ്ങിയ ഇമാമുമാർ, മാതാപിതാക്കളെ കൊണ്ട് സ്വർഗം വാങ്ങിയ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ തങ്ങൾ, മഹാനായ ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു, എത്ര മഹാന്മാരുണ്ട്. അതാണ് വമൻ യബിഅ ആജിലൻ മിൻഹു ബിആജിലിഹി യബില്ലഹുൽ ഗബ്നു ഫീ ബൈഇൻ വഫീ സലമി. ഈ ദുനിയാവ് കൊണ്ട് നമുക്ക് ആഖിറം വാങ്ങണം. ആഖിറം വിറ്റിട്ട് ദുനിയാവ് വാങ്ങുന്നതാണ് ഖിയാമത്ത് നാളായിക്കൊണ്ടിരിപ്പൊക്കെ കാണുക. അതിൽ നമ്മൾ പെട്ടുപോകരുത്. അള്ളാഹു നമ്മുടെ സംസാരവും ഈ വഅലിൻ്റെ മജ്ലിസും ഇതുവരെ നടന്ന എല്ലാ പ്രോഗ്രാമും റാത്തീബും സിയാറത്തും എല്ലാം അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹുവെ നമ്മുടെ മജ്ലിസ് നീ സ്വീകരിക്കണേ റഹ്മാനേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അള്ളാഹുവെ നമ്മുടെ മജ്ലിസ് കബൂലാക്കണേ. അള്ളാഹ് നമ്മളിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നമുക്ക് വേണ്ടപ്പെട്ടവർ, ഈ മഹല്ലിൽ നിന്ന് മരിച്ചുപോയവർ എല്ലാവരുടെയും ഖബർ സ്വർഗ്ഗാക്കണേ റഹ്മാൻ. നമ്മളെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാൻ. ഇവിടുത്തെ മജ്ലിസിനേക്ക് ഒരുപാട് ആൾക്കാർ സഹായിച്ചിട്ടുണ്ട്. അള്ളാഹു അവർക്ക്